ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുദേവ പാദങ്ങളിൽ പ്രണാമം. ആചാര്യ പാദങ്ങളിൽ പ്രണാമം. നമസ്തേ. നമസ്തേ. നമസ്തേ എന്ന് പറഞ്ഞിട്ട് ആരും എന്താ മിണ്ടാത്തെ? ഇവിടെയൊക്കെ നമസ്തേ എന്ന് പറഞ്ഞാൽ ചീത്തവാക്ക് വല്ലതും ആണോ? ഓക്കെ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്വൈത ദർശനത്തിൻ്റെ പ്രചാരകർ ആയ നമ്മളെല്ലാവരും ഈ നമസ്തേ എന്ന് പറയുന്നതിൻ്റെ പൊരുളുകൂടി അറിഞ്ഞിരിക്കണം. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും കുടികൊള്ളുന്ന ആ പരമ്പൊരുളിനെ പരസ്പരം കാണുമ്പോൾ ഒന്ന് വന്ദിക്കുക എന്നത് മാത്രമാണ് ആ നല്ല പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം കാണുമ്പോൾ അതൊരു നമസ്തയിലൂടെ തുടങ്ങിയാൽ ആ ദിവസം നല്ലത് തന്നെയായിരിക്കുമെന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ചിലർ സംശയം കൊണ്ട് അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കാർ ഉപയോഗിക്കുന്ന പദമാണെന്നോ അല്ലെങ്കിൽ അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുവോ എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. നമസ്തേ എന്നത് തികച്ചും ബഹുമാന സൂചകമായ ഒരു വാക്ക് മാത്രമാണ്. ഇന്ന് അവിചാരിതമായിട്ടാണ് നിങ്ങളുടെ രണ്ടാമത് പ്രതിഷ്ഠാദിന ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചത്. അതിനാദ്യമേ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഒരു ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരും മുന്നിലേക്ക് കയറിയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആരും തന്നെ അനുസരിച്ചില്ല എന്നത് മറ്റൊരു സത്യം. നമ്മുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ അന്ന് മുതൽ നമ്മൾ തുടങ്ങും, എന്താ പറയുക, നിങ്ങൾ ഒന്നാമനാകണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കും. പക്ഷേ ഇത്തരം വേദികൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവരെ കൊണ്ടുപോയി പുറകിലിരുന്ന് നിങ്ങൾക്ക് പേടിയാണ് ഫ്രണ്ടിലേക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരുക? മത്ത കുത്തിയെ കുമ്പളം കായ്ക്കുമോ? അപ്പോൾ അതൊക്കെ ഇനി ശ്രദ്ധിക്കണം. ഏതൊരു വേദിയിൽ ചെന്നാലും അഭിമാനത്തോടു കൂടി നമ്മുടെ കുട്ടികളുമായിട്ട് മുന്നിലേക്ക് വന്നിരുന്ന് നമ്മൾ ആരിലും പിറകിലല്ല മുന്നിൽ തന്നെയാണ് എന്ന സത്യം മനസ്സിലാക്കി കൊടുക്കുവാൻ ഇത്തരം സന്ദർഭങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എവിടെ ചെന്നാലും മുന്നിൽ തന്നെ ഇരിക്കണം. അത് നമ്മുടെ അവകാശമാണ്, അല്ലെങ്കിൽ നമുക്കതിനുള്ള അധികാരമുണ്ട് എന്ന ചിന്ത തന്നെ നിങ്ങൾ നമ്മുടെ മക്കളിലേക്ക് വളർത്തിക്കൊണ്ടു പോകേണ്ട കാലമാണ്. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ശ്രീനാരായണ ദർശനം എന്നതാണ്. ശ്രീനാരായണ ദർശനത്തിലേക്ക് കിടക്കുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു കാരണം തന്നെയാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ ഒരു ഗുരുദേവ ക്ഷേത്രവും ഇവിടെയുള്ള ഭക്തജനങ്ങളും. ശ്രീനാരായണ ഗുരുദേവനെ അറിയിക്കുവാനും ശ്രമിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മകൾ പഴയ കാലഘട്ടത്തിലേക്കൊന്ന് എത്തി നോക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും നല്ല വസ്ത്രം ധരിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നല്ല ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആരുടെ മുന്നിലും നിവർന്നു നിന്ന് വർത്തമാനം പറയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെയൊക്കെ പിന്നിലെ ചാലകശക്തി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. ഇന്ന് പലർക്കും അതൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ പഴയ കാലഘട്ടത്തിലുള്ളതല്ലേ? അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അല്ലെങ്കിൽ ഗുരുദേവ ശിഷ്യന്മാരുടെ ഏതെങ്കിലും ഒരു വചനം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പറഞ്ഞ ആ കാലഘട്ടത്തിൽ നിന്നുണ്ട്. ഇന്ന് നമുക്ക് ആരെയും വഴക്ക് പറയാം, ആരെയും ചീത്ത പറയാം, ആരോടും മോശമായിട്ട് പെരുമാറാം. പക്ഷേ നമ്മളെ നിയമത്തിൻ്റെ സഹായത്തോടു കൂടി ശിക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പോലും നിയമബലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ രാജാവിൻ്റെ കൽപ്പന കല്ലിനെ പോലും പിളർക്കുന്ന കാലഘട്ടത്തിൽ നിന്നാണ് നമ്മുടെ നേതാക്കന്മാരും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനുമൊക്കെ നമുക്ക് വേണ്ടി ശബ്ദിച്ചത് എന്ന ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്. ആ കാലഘട്ടത്തിൽ രാജ കൽപ്പനയ്ക്കെതിരായി ഒരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ അയാളെ വധിക്കുവാൻ അധികാരമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കുമാരനാശാനെ പോലെയുള്ളവരും ഭഗവാന്റെ മറ്റ് ശിഷ്യന്മാരുമൊക്കെ നമുക്ക് വേണ്ടി വാദിച്ചത്. ഈ അടുത്ത് ഒരു വിവാദമുണ്ടായി. ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കണം എന്ന് നമ്മുടെ ആരാധ്യനായ, നമ്മുടെ ആത്മീയ തലസ്ഥാനമായ ശിവഗിരിയിലെ മഠാധിപതി ശ്രീമാൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഒരു ആഹ്വാനം ചെയ്തപ്പോൾ മറ്റൊരു സമുദായ നേതാവ് പെരുന്നയിലിരുന്നുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ പറയുവാൻ
ഇദ്ദേഹത്തിന് ആരാണ് അവകാശം കൊടുത്തത്, ഹിന്ദുക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ ഇദ്ദേഹത്തിന് ആരാണ് അവകാശം കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം 1888 ഭഗവാൻ നമുക്ക് ശിവരാത്രി നാളിൽ ഒരു മഹാശിവനെ പ്രതിഷ്ഠിച്ചു തന്ന സമയത്ത് തന്നെ തിരുവിതാംകൂർ രാജാവ് ഒരു രാജ്യസഭ അവിടെ ഉണ്ടാക്കുകയുണ്ടായി. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ആളുകളുടെ അറിയാൻ വേണ്ടി ഇന്നത്തെ പോലത്തെ ഒരു അസംബ്ലി രൂപീകരിക്കുകയുണ്ട്. അത് 1903 ആയപ്പോൾ അതിൻ്റെ പേര് പ്രജാസഭ എന്നായിരുന്നു. 1904 പ്രജാസഭ കൂടിയപ്പോൾ ആ പ്രജാസഭയിലേക്ക് നമ്മുടെ സമുദായത്തിൽ നിന്ന് ആകെ ഒരാളെ മാത്രം, കൊല്ലത്ത് നിന്നൊരു പണിക്കരെ മാത്രമാണ് എടുത്തത്. അപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഭൂരിപക്ഷമുള്ള ഞങ്ങൾക്ക് 24ലധികം സീറ്റുകൾ തന്നേ പറ്റൂ എന്ന് അദ്ദേഹം വിവേകോദയം വാരികയിലൂടെ അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ രാജാവ് അല്ലെങ്കിൽ അന്നത്തെ ദിവാൻ ഇതൊന്നും കണ്ട് കുലുങ്ങിയില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, മഹാകവി കുമാരനാശാനെ പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്തു. പ്രജാസഭയിലെത്തിയ മഹാകവി കുമാരനാശാനോട് ദിവാൻ ചോദിച്ചു, അല്ലയോ കുമാരനാശാൻ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ 24 പരം സീറ്റുകൾ നിങ്ങൾക്ക് വേണം എന്ന് പറയുവാൻ നിങ്ങളുടെ സമുദായത്തിനാണ് എന്താണ് അവകാശമെന്ന് പറഞ്ഞപ്പോൾ മഹാകവി കുമാരനാശാൻ എഴുന്നേറ്റ് നിന്നിട്ട് വളരെയേറെ ഗൗരവത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിൽ ഇരപ്പാളികളില്ലാത്ത ഒരു സമുദായമുണ്ടെങ്കിൽ അത് ഈഴവരാണ്, അതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് 1904 രാജകൽപ്പന കല്ലേ പിളക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മഹാകവി കുമാരനാശാൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിന് മഹാകവി കുമാരനാശാന് ശക്തി നൽകിയത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാണ്. ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ ജന്തുക്കളല്ലാതെ ഇന്നിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. ആ ഗുരുദേവന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഇന്ന് ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് നെഞ്ചു വിരിച്ച് നടക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പ്രതിപുരുഷനായ സച്ചിദാനന്ദ സ്വാമിക്ക് മാത്രമാണ് അങ്ങനെയൊരു അവകാശം, അങ്ങനെയൊരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഭാരതത്തിൽ യോഗ്യതയുള്ളത് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുവാൻ പറ്റും, നെഞ്ചു വിരിച്ച് നിന്ന് പറയുവാൻ സാധിക്കും. അതിൻ്റെയൊക്കെ പിന്നിൽ അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനത്തിൻ്റെ പതാകവാഹകരായ ഭഗവത് ശിഷ്യന്മാരാണ് ഇന്നീ കാണുന്ന കേരളത്തെ പുനർസൃഷ്ടിച്ചത്. പക്ഷെ നമുക്കിപ്പോഴും വിശ്വാസമില്ല അല്ലേ? ഇന്നും നമ്മുടെയൊക്കെ സന്ധ്യനാമ കീർത്തനത്തിൽ, അല്ലെങ്കിൽ ഇന്ന് എത്ര പേർ സന്ധ്യനാമം ചൊല്ലുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചൊല്ലുന്ന കുട്ടികളിലേക്ക് ആദ്യം കൈയടിൽ എടുത്തു കൊടുക്കുന്ന സംഭവം എന്താണ്? സന്ധ്യനാമ കീർത്തനം അല്ലേ? സന്ധ്യനാമ കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണ്? രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. അടുത്ത വരി എന്താ? ഭക്തിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമ. ഇങ്ങനെ ചൊല്ലി പോയിട്ട് ഭക്തിയോടെ സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ, മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമ എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ രണ്ടാമത്തെ വരിയുടെ പ്രത്യേകത എന്താണ്? ഭക്തിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമാം. അതായത് ഈ ഭൂമി മുഴുവനും ബ്രാഹ്മണർക്ക് നൽകുവാനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു അവതരിച്ചു, അദ്ദേഹം ഭാർഗവനായിട്ട് വന്നുദിച്ചു എന്നാണ് നമ്മളെ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ തൊട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഈ നാട്ടിലൊന്നുമല്ല, ബ്രാഹ്മണരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേളിൽ നിൽക്കുന്ന വിദ്യാധാരണകൾ പകർന്നു തന്നുകൊണ്ടാണ് നമ്മളെ വളർത്തിയത്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരൻ ആരാണ് എന്ന് 10 പദ്യത്തിലൂടെ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കു നീ. അങ്ങനെ 10ലധികം പദ്യത്തിലൂടെ യഥാർത്ഥ ഈശ്വരൻ ആരാണ് എന്ന് പറഞ്ഞു തന്നാലും നമുക്ക് വിശ്വാസം വരും. നമ്മളപ്പോഴും പഴയ ഒരു സിനിമാ ഗാനമുണ്ട്, അത് സിനിമാ ഗാനമാണെന്ന് അറിയാതെ തന്നെ നമ്മൾ വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. എന്താണ്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരീതി നടുവിൽ ഞാൻ, നരകത്തിങ്കെന്നു കരകേറ്റിയിടേണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് പുറകിലേക്ക് ചിന്തിക്കണം. വൈക്കത്തമ്പലം
ചരിത്രം പഠിച്ചു പോകുമ്പോൾ ഏകദേശം 1539 മുൻപ് വരെ ഒരു ബുദ്ധാലയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമായിട്ട് മാറുന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ, ഇനി കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ പുരാതന കാലം മുതൽ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഈ ക്ഷേത്രങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് തന്നെ ദേവപ്രശ്നങ്ങളും ജ്യോതിഷ താമ്പൂല പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റ ദേവപ്രശ്നത്തിലും പോലും പറഞ്ഞിട്ടില്ല എന്നെ കാണുവാൻ കൊതിച്ചുകൊണ്ട് അനേകായിരം ആളുകൾ തീണ്ടപ്പാടകലെ നിൽപ്പുണ്ട്, അവരെയൊക്കെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് ഒരു ദേവനും കൽപ്പിച്ചില്ല. ഒരു ദേവപ്രശ്നത്തിലും തെളിഞ്ഞു വന്നിട്ടില്ല. അന്നും നമ്മുടെ ആളുകൾ അങ്ങ് ദൂരെ മാറി നിന്നുകൊണ്ട് ഒരു വെളിച്ചത്തെ നോക്കി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നരകം തീർക്കാൻ ഈ ദേഹം അങ്ങ് ഇറങ്ങി വരുന്നത്? നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരേ ഒരു പരബ്രഹ്മസ്വരൂപം മാത്രമേ എഴുന്നള്ളിയിട്ടുള്ളൂ, നമ്മളിലേക്ക് അവതരിച്ചിട്ടുള്ളൂ. അത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന വിശ്വാസമാണ് പ്രിയമുള്ളവരെ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നറിയണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ നാമത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നാരായണൻ. ആരാണ് നാരായണൻ? നമ്മൾ കേട്ടിട്ടുണ്ട് ആദിനാരായണൻ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ കുറിച്ചാണ്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു നരനാരായണന്മാരെന്ന് പറയുന്ന സന്യാസിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആരാണവർ? അതിശക്തിയുള്ള ബ്രഹ്മർഷികളായ ഈ നരനാരായണന്മാർ ഒരിക്കൽ തപസ് ചെയ്യുവാൻ, ബ്രഹ്മത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. തപസ്സിങ്ങു മുറുകി. തപസ്സിൻ്റെ കാഠിന്യം കണ്ടപ്പോൾ ദേവേന്ദ്രന് കൺഫ്യൂഷൻ ഉണ്ടായി. ഇവന്മാർ തപസ് ചെയ്ത് അവസാനം ഇന്ദ്രപദത്തിൽ എത്തുവാനുള്ള തപസ്സാണോ എന്നൊരു സംശയം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള രംഭയെയും മേനകയെയും കുറച്ച് അപ്സരസുകളെയും ഒക്കെ ഈ സന്യാസിമാരുടെ അടുത്തേക്ക് അയച്ചിട്ട് എന്ത് പറഞ്ഞു? തകർത്തങ്ങ് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ഈ നരനാരായണന്മാരുടെ മുന്നിൽ ചെന്ന് ഇവർ അറിയാവുന്ന സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടും ഒരു രക്ഷയില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളപ്പോൾ തന്നെ റിമി ടോമിനെ വിളിച്ച് വരുത്തിയിട്ട് ഒരു 5-6 ലക്ഷം രൂപ കൊടുത്തിട്ട് പറയാം അവിടെ പോയൊരു ഗാനമേള നടത്താൻ പറയാം അല്ലേ? അപ്പോൾ ഏതൊരു സന്യാസിയാണെങ്കിലും എഴുന്നേറ്റ് തുള്ളി പോകുന്ന രീതിയിൽ റിമി ടോമി പാട്ട് പാടും. പക്ഷെ അന്നത്തെ കാലഘട്ടമായതുകൊണ്ട് നടക്കാതെ വന്നു. അപ്പോൾ ഇവരാകെ വിഷമിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവർ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, അല്ലയോ സുഹൃത്തുക്കളെ, ദേവീദേവന്മാരെ, ഞങ്ങളുടെ ലക്ഷ്യം ഇന്ദ്രപദമല്ല, ഞങ്ങൾ ബ്രഹ്മത്തെ കണ്ടെത്തുവാനുള്ള തപസ്സാണ് അനുഷ്ഠിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുടയിൽ 2 അടി അടിക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീയെ, ഉരുവിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹം ആ സ്ത്രീക്ക് ഉർവശി എന്ന് പേരിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഉർവശി അതീവ സുന്ദരിയാണ്, ഇവളെ ഞങ്ങൾ ഇന്ദ്രന് സമ്മാനമായി നൽകുന്നു. ഇനിയും ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് സ്ത്രീകളെയൊക്കെ സൃഷ്ടിച്ച് അങ്ങോട്ട് കൊടുത്തു വിട്ടു എന്ന് പറയുന്ന ഒരു നരനാരായണൻ. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരുണ്ട്. ഈ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സാധാരണ നാടുകളിലൊക്കെ പേര് കൊടുക്കുമ്പം സുശീല, സുശീലൻ എന്നൊക്കെ ഉണ്ടാവും അല്ലേ? ഇവിടെ സുശീലയോ സുശീലനോ ഇരിപ്പുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. ആ പേരിൻ്റെ അർത്ഥം എന്താണ്? നല്ല ശീലമുള്ള ആൾ അല്ലെങ്കിൽ സ്ത്രീ എന്നാണ് അല്ലേ? ഇവിടെയുള്ള സുശീലനും സുശീലയും നല്ല സ്വഭാവമുള്ളവരാണ്. അർജുനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വെളുത്ത ആളുകളെയാണ്. വില്ലാളി വീരൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടിയാണ്. അർജുനൻ എന്ന പദത്തിൻ്റെ അർത്ഥം ശരിക്കും വെളുത്തവൻ എന്നാണ്. പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മീനാക്ഷി. എന്താണ് ഈ മീനാക്ഷി എന്ന് പറഞ്ഞാൽ? ഇവിടെ മീനാക്ഷിമാരാരെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ലെന്നോ ഉണ്ടെന്നോ? എന്താണ് ഈ മീനാക്ഷി? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള മീനാക്ഷി എന്ന് പറഞ്ഞാൽ മീനിനെ പോലെയുള്ള കണ്ണുള്ളവൾ, സുന്ദരി ആയ ഒരു സ്ത്രീയെ വിശേഷിപ്പിക്കാൻ മീനാക്ഷി എന്ന് പറയാം എന്ന് പറഞ്ഞു. ശരിക്കും അർത്ഥം അതല്ല. എന്താണ് മീനാക്ഷി? മീനാക്ഷി എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കും അല്ലേ? അപ്പോൾ ഈ വരാല് മുട്ടയിട്ട് വിരിയിച്ച കുഞ്ഞുങ്ങളുമായിട്ട് നടക്കും. അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് വാർപ്പെന്നാണ്. ഇവിടെ അത് തന്നെയല്ലേ പേര് പറയുക ഇല്ലേ? നല്ല സ്വർണ്ണക്കടലിലെ കുഞ്ഞുങ്ങളിങ്ങനെ മിന്തി നടക്കും. അവിടെ നമ്മൾ അവരുടെ അച്ഛനെയും അമ്മയൊന്നും കാണത്തില്ല. പക്ഷെ നിങ്ങളൊരു കല്ലെടുത്തെറിയുകയോ കൈകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു വെട്ടൽ കാണും, ഈ കുഞ്ഞുങ്ങളൊക്കെ അപ്രത്യക്ഷമാകുന്നതും കാണാം. അതാണ് ശരിക്കും എന്ത്? മീനാക്ഷി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ശ്രദ്ധയോടുകൂടി ജാഗരൂകരായി ഇരുന്നു കൊണ്ട് തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് തുറന്ന കണ്ണുകളോടുകൂടി ഇരിക്കുന്നവരെയാണ് ശരിക്കും എന്ത് പറയേണ്ടത്? മീനാക്ഷി എന്ന് പറയേണ്ടത്. നമ്മളെല്ലാവരും മീനാക്ഷിമാരാകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ.
നമ്മളെല്ലാവരും കരുതും നമ്മുടെ വീട്ടിൽ ഈ സംഭവം നടക്കില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അന്യ വീടുകളിൽ നടക്കുന്ന ദുരന്ത സംഭവങ്ങളെ പറഞ്ഞ് പൊലിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പിറകയിൽ പല രീതിയിലുള്ള കരാളഹസ്തങ്ങളുടെ നിഴലുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതീവ ജാഗരൂകരായി നിങ്ങൾ നടക്കുന്ന വഴികളിലും ഇരിക്കുന്ന സ്ഥലങ്ങളിലും പോകുന്ന സ്ഥലങ്ങളിലുമൊക്കെ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന സംശയത്തോടു കൂടി തന്നെ നിങ്ങൾ വീക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മൊബൈൽ എന്ന് പറയുന്ന ഒരു വില്ലൻ വന്നതോടുകൂടി നമ്മുടെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാനൊക്കെ വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിലോ കോളേജിലോ പോയിട്ട് തിരിച്ചു വരുന്നിടം വരെ കംപ്ലീറ്റ് ന്യൂസും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നാട്ടുകാർ നമുക്കുണ്ടായിരുന്നു, അല്ലേ? CCTV ക്യാമറ തോറ്റു പോകുന്നത് പോലെ വീട്ടിൽ നിന്നിറങ്ങി നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ള വിശദമായ വിവരം വന്ന് കറക്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടും. അത് ശരിയാണെങ്കിലും കൊള്ളാം, തെറ്റാണെങ്കിലും കൊള്ളാം. എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചത് വീട്ടിലറിഞ്ഞാൽ നല്ല പെട വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ കിട്ടും. സ്വാഭാവികമായിട്ടും പേടിച്ചിട്ട് നമ്മളാരും വേറൊരു പണിക്കും പോകത്തില്ല. ആൾക്കാരുടെ മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇരിക്കുകയും ചെയ്യും. ഞാൻ ജന്മം കൊണ്ട് ചേർത്തലക്കാരാണ്. ഞാൻ താമസിച്ചിരുന്നത് ചേർത്തലക്കടുത്ത് പാണാവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിലിരുന്നാൽ ധാരാളം പാടശേഖരം ഫ്രണ്ടിലുണ്ട്. അതിൻ്റെയൊക്കെ അങ്ങ് മാറി ഒരു ചിറയിലൊരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് കാണുന്ന കാഴ്ച, ചില വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഉച്ച സമയങ്ങളിലൊക്കെ ആളുകൾ നടന്ന് കള്ള് ഷാപ്പിലേക്ക് വരുന്നത് തലയിൽ തോർത്തിട്ടുകൊണ്ടാണ്. തലയിൽ തോർത്തിട്ടുണ്ട് അവർ അകത്തേക്ക് കയറി വരുമ്പോൾ കാണാം അടക്കള വഴിയിൽ ചില തോർത്തിട്ട ആളുകൾ ഓടിപ്പോകുന്നത് കാണാം. കാരണം വരുന്നത് ചിലപ്പോൾ അച്ഛനാകാം, അമ്മാവനാകാം, ചേട്ടനാകാം, അകത്തിരിക്കുന്നത് മകനാകാം, അനന്തരക്കാരൻ. അവർക്കൊരു ബഹുമാനം ഉള്ളതുകൊണ്ട് അവരെല്ലാം ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെയാണ് കള്ള് ഷാപ്പിലും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറയോ ഒരാൾക്കും പേരില്ല, എല്ലാം ബ്രോ സങ്കല്പത്തിലാണ് പോകുന്നത്. അച്ഛനും അമ്മയും എല്ലാം ബ്രോ സങ്കല്പത്തിലായപ്പോൾ വീട്ടിൽ വരുന്ന ഏതൊരാവശ്യത്തിനും മദ്യപാനം ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായിക്കൊണ്ട് അച്ഛനും മക്കളും അമ്മാവന്മാരും എല്ലാവരും കൂടി ഇരുന്ന് ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പരസ്പര ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെയായി. ഇത് കണ്ടു വളരുന്ന ഒരു കുട്ടിക്കൊരിക്കലും പ്രായമുള്ള ഒരാളെ ബഹുമാനിക്കുവാനോ ആദരിക്കുവാനോ തോന്നുകയില്ല, സ്വാഭാവികമാണ്. അപ്പം നമ്മുടേതായ ചില സംസ്കാരങ്ങൾ മനഃപൂർവ്വം നമ്മൾ തോട്ടിലെറിഞ്ഞതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനകളെല്ലാം തന്നെ. ഈ മൊബൈൽ ഫോൺ എന്ന ഈ ശത്രു, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഒളിഞ്ഞിരിക്കുന്നത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അതിഭീകരവും എന്നാൽ അതീവ ഗുണകരവുമായ ചില സംഭവങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ കുറിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, ശിവഗിരിയിൽ നടക്കുന്ന തീർത്ഥാടനത്തിലെ ഒരു വിഷയം എന്താണ്? ശാസ്ത്ര സാങ്കേതിക വിദ്യ. ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് പ്രൊഫഷണലായിട്ട് അറിയാവുന്ന ആളുകളെ വിളിച്ച് പ്രഭാഷണം നടത്തി ആ വിഷയം ഒരു പ്രധാന വിഷയമാക്കിയിട്ട് നമ്മൾക്ക് പറഞ്ഞു തരണമെന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് 1928 അന്ന് ഇതിൻ്റെയൊക്കെ ഒരു പ്രാരംഭ ദശയിലാണ്. അത് പറഞ്ഞു 1936 മുതൽ ഇങ്ങോട്ട് നമുക്ക് ശിവഗിരി തീർത്ഥാടനം നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ പോകാറുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ഈ പ്രഭാഷണങ്ങളൊന്നും ആരും കേൾക്കാറില്ല. അവിടെ പറയുന്ന വിഷയങ്ങൾ എന്ത് പറയുന്നു? എല്ലാവർക്കും തിരക്കാണ്. ഇവിടെ നിന്ന് അവിടെ ചെല്ലുക, പ്രസാദം കഴിക്കുക, വണ്ടി കയറി തിരിച്ചു പോരുക. എന്നിട്ട് ചോദിക്കുമ്പോൾ എന്താണ്? എനിക്കിതൊന്നും അറിയാൻ പാടില്ല മക്കളെ, എനിക്കിതൊന്നും അറിയാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ അറിയുന്ന കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ട്. ഇവരിതിൻ്റെ അകത്ത് കയറി എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് എങ്കിലും ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് തേടിപ്പോകേണ്ടത്, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. നേരെ മറിച്ച് അമ്മൂമ്മമാർ അല്ലാതെ അമ്മായിമ്മമാരുള്ള വീടുകളിൽ അവരുടെ മെയിൻ പരിപാടി എന്താണ്? അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോവുക, വൈകുന്നേരം അമ്പലത്തിൽ പോവുക, ചതയുണ്ടെങ്കിലും വെളുപ്പിനെ അമ്പലത്തിൽ പോവുക. ഇവിടെ എന്ന് നടക്കുന്നു എന്നൊരു പ്രശ്നമേ അല്ല. അവിടെ ഒരു മരുമകളെന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. രാവിലെ അത് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കറിക്കരിഞ്ഞു കൊടുക്കാനോ, ഇത് ഞാൻ ദൈവത്തെ വിളിക്കാൻ പോകണം, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ദൈവമുണ്ട് എന്നാണ് പറയുന്നത്. ദൈവം ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കുക. ആ കഷ്ടപ്പാടിനിടയിൽ നിങ്ങൾ അവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ, ഒരു കറിക്കരിഞ്ഞു കൊടുത്താൽ അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ദൈവാനുഗ്രഹമെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ കുട്ടികളെ വൈകുന്നേരങ്ങളിൽ അടുത്ത് വിളിച്ചിരുത്തി നിങ്ങൾക്കറിയാവുന്ന പുരാണ കഥകളും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള യഥാർത്ഥ ചരിത്രങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുത്ത് തുടങ്ങിയേ പറ്റൂ. ആ സമയങ്ങളിൽ എനിക്ക് അമ്പലത്തിൽ പോകണം, എനിക്ക് ക്ഷേത്രങ്ങളിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് പൂജയുണ്ട്, വഴിപാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെയൊക്കെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലേക്ക് ബുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് വരും.
അതുണ്ടാകാതിരിക്കണമെങ്കിൽ സന്ധ്യാസമയത്തെ സീരിയലുകൾ കാണാൻ വെമ്പൽ കൊള്ളുന്ന ഓരോ അമ്മമാരും മനസ്സിലാക്കിക്കോ, അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കൊച്ചുകുട്ടികൾ നിങ്ങളുടെ പള്ളക്ക് കത്തി കയറ്റിയിരിക്കും. ഇല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ വെച്ച് ഒരു തെറിവാക്കെങ്കിലും നിങ്ങൾ വിളിച്ചിരിക്കും. കാരണം എന്താണ്? ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ, തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങളാണ്. ഈ 6:30 മുതൽ 9 വരെയുള്ള സമയത്ത് നിങ്ങൾ വളരെ ആവേശത്തോടു കൂടി സീരിയലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സീരിയൽ കാണുകയും അതിലെ കഥകൾ ഈ കൊച്ചുകുട്ടികൾ കൗതുകത്തോട് പറയുമ്പോൾ അതിനെ വളരെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന അമ്മമാരെ, അല്ലെങ്കിൽ അച്ഛന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രായത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള കപ്പാസിറ്റി എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ്, അവരുടെ മനസ്സിലേക്ക് എപ്പോഴും അനുകരണ ഭ്രമങ്ങളുണ്ടാവും. നിങ്ങൾ കാണിക്കുന്ന സിനിമയിലെ ഡയലോഗുകൾ, നിങ്ങൾ കാണിക്കുന്ന സീരിയലിലെ ഡയലോഗുകൾ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പറയാറില്ലേ? അത് നിങ്ങൾ കൗതുകത്തോടുകൂടി ചിരിച്ചുകൊണ്ട് പറയും, അയ്യോ അവൻ എല്ലാ സീരിയലിൻ്റെയും കഥ പറയും, അല്ലെങ്കിൽ സിനിമയുടെ കഥ പറയും. ഇതൊക്കെ ആ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാക്കുന്ന തരംഗം, ആ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാക്കുന്ന വികാര വിചാരങ്ങൾ, അതവന് നിയന്ത്രിക്കാനാവില്ല, അതവന് മനസ്സിലാക്കുവാൻ സാധില്ല. അവൻ പ്രതികരിക്കും. ആ പ്രതികരണമാണ് ഇവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം. സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ അവരെ അടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള കഥകളും കവിതകളും കൃതികളുമൊക്കെ ചൊല്ലി അവനെ ആ ഒരു മേഖലകളിലേക്ക് നിങ്ങൾ തിരിച്ചുവിട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല മാണിക്യ കുഞ്ഞുങ്ങളെയായിരിക്കും. അവർ നിങ്ങളെ നോക്കും, അവർ സമൂഹത്തെ ബഹുമാനിക്കും, മറ്റുള്ളവരെ ബഹുമാനിക്കും. അവർ ഈ നാടിന്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന് ഒരു എന്താ പറയുക, അനുഗ്രഹമായി വളരും. ഇതൊന്നും ചെയ്യാതെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പറഞ്ഞു വന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിനെ കുറിച്ചാണ്. നാരത്തിൽ അയനം ചെയ്യുന്നവൻ നാരായണൻ എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന് മഹാവിഷ്ണു എന്ന പേര് ചാർത്തി കൊടുത്തു. പക്ഷേ നാരായണൻ എന്ന് പറഞ്ഞാൽ നരൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന് മാത്രമാണ് ഈ പേര് യഥാർത്ഥത്തിൽ യോജിക്കുന്നത്. നമ്മളുടെ പുരാണങ്ങളെടുത്ത് നോക്കിയാൽ ധാരാളം അവതാരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലേ? വിഷ്ണുവിന് തന്നെ 10 അവതാരങ്ങളുണ്ട്. പക്ഷേ ഈ അവതാരങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്തത് മുഴുവനും കൊലകളായിരുന്നു. ആരെങ്കിലും വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ അവതാരങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോ ഒന്നിനെയും എതിർത്തിട്ടില്ല. പക്ഷേ എല്ലാത്തിനെയും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്ത സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവന് ആ പേര് ആര് നൽകിയാലും ആ പേര് യഥാർത്ഥത്തിൽ യോജിക്കുന്നത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവന് മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് ചരിത്രമാണ്. നിങ്ങൾ പഠിച്ചു പോകുക. ഈ നാരത്തിൽ അയനം ചെയ്തത് എന്ന അർത്ഥം മാറ്റിക്കൊണ്ട് നരനിടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാൽ ഈശ്വരനായി മാറി തീർന്നിട്ട് അങ്ങ് മരുത്വമലയിൽ വിശ്രമിച്ചാൽ മാത്രം മതിയായിരുന്നു. തനിക്ക് ലഭിച്ച ആനന്ദാനുഭൂതി നുകർന്നുകൊണ്ട് സാക്ഷാൽ ഈശ്വരനായി അവിടെ ഇരിക്കുവാൻ സാധ്യമായിരുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ താഴത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടി തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടേ. അല്ലേ? ഭഗവാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയുമൊക്കെ രോഗദുരിതരായും മദ്യം കുടിച്ചുമൊക്കെ അവിടെ അലസരായി ജീവിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട് അവിടെ തന്നെ നിൽക്കാതെ മറ്റ് സന്യാസിമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഭാരതത്തിലെടുത്തു കഴിഞ്ഞാൽ ആർഷഭാരത സംസ്കാരം എന്നൊരു ചൊല്ലു പോലുമുണ്ട്. ഇവിടെ ഋഷിമാർക്കൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഋഷിമാരെല്ലാവരും എന്താണ് ചെയ്തത്? അങ്ങ് പർവ്വത ശിഖരങ്ങളിലോ വനാന്തർഭാഗങ്ങളിലോ ഒക്കെ തപസ് ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയതിന് ശേഷം അവരാ ആനന്ദം നുകർന്നുകൊണ്ട് കുടുംബസമേതം അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ ഒടുങ്ങുകയാണ് ചെയ്തത്. അവരൊരുപാട് കൃതികൾ എഴുതി തന്നിട്ടുണ്ട്, ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിലൂടെ അതാരും കാണിച്ചു തന്നില്ല. പക്ഷേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോ ഈ ദുരിതം നിറഞ്ഞ ജീവിതത്തിനിടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ദുരിതങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളിൽ ഒരാളായി മാത്രം ജീവിച്ച് നമുക്ക് വേണ്ടി ഇവിടുത്തെ മനുഷ്യ ജീവിതം വെടിഞ്ഞ് പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തിച്ചേർന്ന സാക്ഷാൽ ഈശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരിക്കലൊരു സൺഡേ ക്ലാസ്സിൽ ഒരച്ഛൻ ചോദിച്ചു, മക്കളെ, യേശുദേവൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അത്
യേശുവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി മാത്രമാണ്. അടുത്ത കുട്ടി പറഞ്ഞു യേശു കടലിന് മീതെ കൂടെ നടന്നു. അപ്പോഴും അച്ഛൻ പറഞ്ഞു അത് യേശുവിൻ്റെ ഒരു അത്ഭുതം മാത്രമാണ്. കടലിനെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, അതും യേശുവിൻ്റെ ഒരു അത്ഭുതം മാത്രം. എന്നാൽ അച്ഛൻ ഞങ്ങൾക്കറിയില്ല, അച്ഛൻ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചവിടെ കിടത്തുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഇരുവശങ്ങളും കിടന്നിരുന്ന 2 കള്ളന്മാരായിരുന്നു. അതിലൊരു കള്ളൻ യേശുവിനോട് പറഞ്ഞു, അല്ലയോ യേശു, അങ്ങ് ദൈവപുത്രനാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്, അങ്ങക്ക് അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് ഈ കുരിശ് ചവിട്ടി ഒടിച്ച് രക്ഷപ്പെട്ടുകൂടെ? ഒപ്പം ഞങ്ങൾക്കും രക്ഷപ്പെടാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ യേശുദേവൻ പറഞ്ഞു, നാം നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, ഈ ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആ വാചകങ്ങൾ തന്നെയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുമ്പോൾ. ഇത് പല ക്ലാസ്സുകളിലും അവർ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളും ഒന്ന് ചിന്തിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ രോഗശൈലിയിൽ കിടന്ന സമയത്ത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വന്നിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക്, ഭക്തജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഭഗവാൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഇതെല്ലാം മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് എന്താണ്? ഇത് ശരീരമല്ലയോ എന്നാണ്. ഭഗവാന്റെ പ്രവർത്തികൾ ഓരോന്നും നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കുക. ഒന്നിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തില്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട്, നമ്മുടെ പിതാമഹന്മാർക്ക് വേണ്ടിയിട്ട്, അവർക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടിയിട്ട്, നല്ല വർത്തമാനം പറയുന്നതിന് വേണ്ടിയിട്ട്, നല്ല വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന നിങ്ങൾക്കൊന്നും ഇത് ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇത് ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരില്ല. അതിനാണ് നമ്മുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാരഥന്മാരായി നമ്മുടെ നേതാക്കളുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കണം. ടി കെ മാധവൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ അവർ പറയും എനിക്ക് ചോറ് വേണ്ട, പിന്നെ എന്ത് വേണം, എനിക്ക് നൂഡിൽസ് വേണം, അല്ലെങ്കിൽ അവർ പറയും എനിക്ക് മന്തി വേണം, അല്ലെങ്കിൽ ബിരിയാണി വേണം എന്നൊക്കെ പറയുമ്പോൾ അന്നേരം കഥ പറയാൻ നിൽക്കരുത്. അവർ വാവിട്ട് നിലവിളിക്കും, അവർ നല്ല ചവിട്ടും തരും. സമയം കിട്ടുമ്പോൾ അളിത്തിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കഥ. ടി കെ മാധവൻ അതിസമ്പന്നമായൊരു തറവാട്ടിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരിക്കലൊരു അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയെ വിളിച്ചിരുത്തി വിഭവസമൃദ്ധമായ ഒരു സദ്യ വിളമ്പി കൊടുത്തു. ആ സദ്യ കഴിച്ചത് ആ അമ്മ വളരെ ആക്രാന്തത്തോടുകൂടി എല്ലാ കറികളും കൂടെ കൂട്ടി വാരി വലിച്ച് തിന്നുന്നത് കണ്ടിട്ട് ടി കെ മാധവൻ പറഞ്ഞു, അമ്മേ ഇങ്ങനെയല്ല ഈ ഭക്ഷണം കഴിക്കേണ്ടത്. അമ്മ ഓരോ ഉരുളകളായി എടുത്ത് ഓരോ കറികൾ കൂട്ടി ചെറിയ ഉരുളകളായിട്ട് വേണം ഇതെടുത്ത് കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞത്, മാധവ, ഞാൻ ഇത്തരമൊരു ഭക്ഷണം കഴിക്കുന്നത് പോയിട്ട് ഇത്തരമൊരു ഭക്ഷണം ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞൊരു കാലം നമുക്കുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചിരുന്ന പുട്ടിനെ പണ്ടുള്ള സവർണർ പറഞ്ഞിരുന്നത് കണ്ണിയപ്പം എന്നായിരുന്നു, അല്ലെങ്കിൽ കമ്പന്തൂറി എന്നായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിനെ അധിക്ഷേപിച്ചിരുന്ന, നമ്മുടെ താമസത്തെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടുകളെ ചെറ്റ എന്നും കുടിലെന്നും വിളിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ഇന്നീ കാണുന്ന നിലവാരത്തിലേക്ക് എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അവകാശമുള്ള ഈ കാലഘട്ടത്തിൽ, പഴയൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കിയാൽ നല്ല വസ്ത്രം ധരിക്കാൻ നമുക്ക് അവകാശമുണ്ടായിരുന്നില്ല. ടി കെ മാധവൻ്റെ ആ ജീവചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ടി കെ മാധവൻ്റെ ഭാര്യയ്ക്ക് ബ്ലൗസ് ധരിക്കണമെന്ന് അതിയായ ആഗ്രഹം. ടി കെ മാധവൻ വാങ്ങിച്ചു കൊടുത്തു. അത് ധരിച്ച് സന്ധ്യ സമയത്ത് അവരെ കണ്ട ടി കെ മാധവൻ്റെ അമ്മ മടലെടുത്ത് തല്ലി ആ ചേച്ചിയെ ഓടിച്ചു എന്നൊരു ചരിത്രമുണ്ട്. എൻ്റെ സ്ഥലമായ കോട്ടയത്ത് നമ്മുടെ അമ്മമാരും സഹോദരിമാരും കൂടെ ഒരു തീരുമാനമെടുത്തു. റൗക്ക എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാകത്തില്ല, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് മനസ്സിലാകും എന്താണ് റൗക്ക. പിള്ളേർക്ക് മനസ്സിലാകാനാണെങ്കിൽ ഇന്ന് കാണുന്ന മോഡേൺ അമ്മച്ചിമാർ ധരിക്കുന്ന സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ പുരാതന രൂപമാണ് റൗക്ക എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടയത്തുള്ള അമ്മമാരൊക്കെ കൂടെ തീരുമാനിച്ചു, റൗക്ക ധരിച്ചുകൊണ്ട് കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് ഒരു പ്രകടനം നടത്താം. അങ്ങനെ 100-ലധികം അമ്മമാരും സഹോദരിമാരും കൂടി റൗക്കയൊക്കെ ധരിച്ച് കോട്ടയത്തു നിന്നൊരു പ്രകടനം പോയി. ആ പ്രകടനം പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും 1000-ലധികം വരുന്ന അമ്മമാർ, 100ഓളം അമ്മമാർ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ 1000-ലധികം അമ്മമാർ ബ്ലൗസ് ധരിക്കാതെ റോഡിൻ്റെ ഇരുവശവും നിന്ന് ഈ കാഴ്ചകൾ വളരെ സാക്കൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കുറച്ച് നടന്നപ്പോൾ ഈ അമ്മമാർക്കൊക്കെ നാണം വന്നു. അവരെന്ത് ചെയ്തെന്നറിയോ? ഈ റൗക്ക ഊരിയിട്ട് തോളത്തിട്ട് കൂളായിട്ട് നടന്നുപോയി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, അന്ന് ആ
പ്രകടനത്തിൽ പങ്കെടുത്ത അമ്മമാരുടെ പിന്മുറക്കാരുണ്ടാവുമല്ലോ, തലമുറ കൈമാറി വന്ന അവരുടെ മക്കളാണ് ഇന്ന് ഈ ഷാൾ ഇടാനൊക്കെ മടിച്ചു പോകുന്ന പിള്ളേരെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതൊരു പക്ഷേ അവരുടെ പിന്മുറക്കാരായിരിക്കുമെന്ന് ഞാൻ തമാശ രൂപേണം പറയാറുണ്ട്. നമുക്ക് ഇഷ്ടവസ്ത്രം ധരിക്കുവാൻ, ഇഷ്ടഭക്ഷണം കഴിക്കുവാൻ ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തുവാണ് എന്താണ്? സാമ്പാർ എന്ന് പറയുന്നത്. ഈ സാമ്പാർ കഴിക്കാൻ അവകാശം നമുക്കുണ്ടായിരുന്നില്ല. ഈ സാമ്പാർ കൂട്ടി ചോറ് തിന്നുവാനുള്ള അവകാശം നമുക്ക് നേടിത്തന്നത് എസ് ശ്രീനാരായണ ഗുരുദേവനും SNDP യോഗം എന്ന മഹാപ്രസ്ഥാനവും കൂടിയാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു എന്നും SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭഗവാനും SNDP യോഗവും കൂടി ഉഴുതുമറിച്ചിട്ട് ഈ മണ്ണിലാണ് ഈ കാണുന്ന സകല രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് നിവർത്തി നിൽക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതിന് നമ്മൾ നമ്മുടെ ചരിത്രങ്ങൾ തേടിപ്പിടിച്ച് കണ്ടെത്തണം. ഒരിക്കൽ നമ്മുടെ ശിവഗിരിയിലെ മാർബിൾ ഭഗവാന്റെ ആ വിഗ്രഹ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഒരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് സഖാവ് EMS നമ്പൂതിരിപ്പാടാണ്. അന്നത്തെ രാഷ്ട്രപതിയാണ് ഉദ്ഘാടകൻ. EMS നമ്പൂതിരിപ്പാട് എഴുന്നേറ്റ് നിന്നിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഈ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അദ്ദേഹം ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരാളാണ്. അത് ഒരിക്കൽ പറയുകയുണ്ടായി, ശ്രീനാരായണന് ലോക ജനതയെ തന്നിലേക്ക് ആകർഷിക്കുവാൻ പറ്റുന്ന എന്തോ ഒരു ഇതുണ്ട്. എന്താണെന്ന് പറയുന്നില്ല. ആ ഇതിനെ നമ്മൾ പറയും ഈശ്വരീയത എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം നേരെ വേദിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ ആ സദസ്സുകൾക്കിടയിൽ ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്ത് അങ്ങ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ വേദിയിൽ വന്നിരിക്കണം. അങ്ങ് അവിടെ ഇരുന്നാൽ എനിക്ക് വാക്കുകൾ കിട്ടില്ല. കാരണം എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങ് സഹോദരൻ മാസികയിൽ എഴുതിയ ലേഖനങ്ങളിലൂടെയാണ് ഞാൻ എംഗൽസിനെ കുറിച്ചും കാറൽ മാക്സിനെ കുറിച്ചും റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ബഹുമാന്യനായ അങ്ങ് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഈ വേദിയിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന 10,000-കണക്കിന് വരുന്ന ആളുകൾ കരഘോഷത്തോടുകൂടി വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ സ്റ്റേജിലേക്ക് ആനയിച്ചെടുത്തു കൊണ്ടുവരികയുണ്ടായത് മറ്റാരുമായിരുന്നില്ല, ഭഗവാന്റെ വിപ്ലവക്കെതിരായ സഹോദരൻ അയ്യപ്പനായിരുന്നു. ഇന്ന് ഓരോരുത്തരും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ഈ സഹോദരൻ അയ്യപ്പനേലും കുമാരനാശാനേക്കാളും വലിയൊരു വിപ്ലവകാരി ഭാരതത്തിലുണ്ടായിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവനേക്കാൾ വലിയ ഹിന്ദു മത ഉദ്ധാരകൻ ഭാരതത്തിലുണ്ടായിട്ടില്ല. TK മാധവനെയും R ശങ്കരനേക്കാളും വലിയ കോൺഗ്രസ്സുകാരനും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരൊക്കെ ജനിച്ചത് നമ്മുടെ സമുദായത്തിലായതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ മഹാരഥന്മാരായ ആളുകളുടെ ജന്മദിനവും ചരമദിനവും എത്ര പേർ ആചരിക്കുന്നുണ്ട്? ഏത് പാർട്ടികൾ അവരുടെ ജന്മദിനം ആഘോഷമാക്കുകയും ചരമദിനം ആചരണപൂർവ്വമാക്കി മാറ്റുകയും ചെയ്യാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയമൊക്കെ നമുക്ക് വേണം. പക്ഷേ ഈ പ്രസ്ഥാനം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഈ നിലവാരത്തിലേക്ക് ഉയരുവാൻ സാധിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. അതിനൊരു ഉദാഹരണമാണ് വാടപ്പുറം ബാബ. ആലപ്പുഴയിലുള്ള വാടപ്പുറം ബാബയാണ് കേരളത്തിൽ ആദ്യമായി ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. എത്ര പേർക്കറിയാം? 1922 അദ്ദേഹം ആദ്യമായി തിരുവിതാംകൂർ ലേബർ അസോസിയേഷന് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ്. 1939 പിണറായിൽ ഇടതുപക്ഷമുണ്ടായത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അതിനു മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് 1922 കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപം വെച്ച് ഭഗവാൻ അവിടെ വിശ്രമിക്കുമ്പോൾ TK ബാബ എന്ന് പറയുന്ന ആലപ്പുഴക്കാരൻ, കൃഷ്ണൻ്റെയും ലീലയുടെയും മകനായ TK ബാബ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ വേലായുധൻ വൈദ്യരോട് പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്, തൊഴിലാളികൾ ഇവിടെ വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യണം? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അടുത്ത് വിശ്രമിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ബാബ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ വേലായുധനോട് വിവരിക്കുന്നുണ്ട്.
ബാബ ഒരു 18 വയസ്സുള്ളപ്പോൾ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ജോലി തേടി അവിടെ ഒരു ഡാറാസ് മെയിൽ എന്ന് പറയുന്ന ആദ്യത്തെ സായിപ്പിൻ്റെ കമ്പനിയിലേക്ക് ജോലിക്ക് ചെന്നു. പക്ഷെ മാന്യമായി വസ്ത്രം ധരിച്ചു വന്ന ബാബയ്ക്ക് അവർ ജോലി കൊടുത്തില്ല. ബാബ എന്ത് ചെയ്തു? അടുത്തുള്ള തൊഴിലാളികളോട് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും എനിക്ക് ജോലി കിട്ടാത്തത്? അവർ പറഞ്ഞു, ഇങ്ങനെ മാന്യമായി വസ്ത്രം ധരിച്ച് ചെന്നാൽ നിനക്ക് ജോലി കിട്ടില്ല, നീ പോയിട്ടൊരു മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം പോയി മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. ജോലി എന്താണ്? കയറുമാടുന്ന ജോലിയാണ്. യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കയറുമാട്ടം എന്ന് പറയുന്ന ജോലിയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം ആ ജോലി ചെയ്ത് ഒപ്പം തന്നെ നെയ്ത്തും കാര്യങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹം അവിടുത്തെ സൂപ്പർവൈസറായി. ആ സമയത്ത് അവിടുത്തെ മെയിൻ സൂപ്പർവൈസറായ വണ്ടി സായിപ്പ് എന്ന് പറയുന്നയാൾ ചെറിയൊരു തെറ്റ് ചെയ്ത അവിടുത്തെ തൊഴിലാളിയെ അതിക്രൂരമായി മർദ്ദിച്ചു. വിവരമറിഞ്ഞ ബാബ നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ട് സായിപ്പിനെ ഖരാവോ ചെയ്തു. ഞങ്ങളിൽ ഒരാളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ഇദ്ദേഹത്തിനെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ സായിപ്പ് പറഞ്ഞു, ബാബാ എൻ്റെ കയ്യിൽ പണമുണ്ട്, എൻ്റെ കയ്യിൽ തോക്കുണ്ട്, എനിക്കെതിരെ നിന്നാൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോൾ ടി.കെ. ബാബ നെഞ്ചി വിരിച്ചെന്ന് പറഞ്ഞത്, താങ്കളുടെ കയ്യിൽ പണമുണ്ടായിരിക്കാം, താങ്കളുടെ കയ്യിൽ തോക്കുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്, എൻ്റെ മേത്തൊരു തുള്ളി മണ്ണ് വാരിയിട്ടാൽ സായിപ്പെ നിങ്ങൾ വിവരമറിയുമെന്ന് പറഞ്ഞപ്പോൾ സായിപ്പ് പേടിച്ചിട്ട് വെൽഡൺ മിസ്റ്റർ ബാബ എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞ ചരിത്രമുണ്ട്. ചരിത്രത്തിലെ ആദ്യത്തെ ഖരാവ് നടത്തുന്നത് ഭഗവാന്റെ ഒരു വത്സല ശിഷ്യനായ ടി.കെ. ബാബയാണെന്ന് ഏത് ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങളിലൊക്കെ മഹാത്മാഗാന്ധിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും EMS നമ്പൂതിരിപ്പാടിനെക്കുറിച്ചും A.K. ഗോപാലിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ മഹാരഥന്മാർ തന്നെ. പക്ഷേ ആ പുസ്തകത്തിലാണ് നമ്മൾ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് പഠിച്ചത്. ഒരു വലിയ കള്ളനായിരുന്നു, ആളുകളെ സേവിച്ചു എന്ന് മാത്രമേ അദ്ദേഹം ചെയ്തു. അതിലും വലിയ കാര്യം ചെയ്ത നമ്മുടെ ആളുകളെ എന്തുകൊണ്ട് ആളുകൾ മറന്നു പോകുന്നു? ഈ ടി.കെ. ബാബ ശ്രീനാരായണ ഗുരുദേവനെ സമീപിച്ചിട്ട് പറഞ്ഞു, സ്വാമി ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ബാബ പേടിക്കണ്ട, ഇനി വരുന്നത് തൊഴിലാളികളുടെ കാലമാണ്, നിങ്ങൾ സംഘടിച്ച് ശക്തരാവുക. എന്നിട്ട് ഭഗവാൻ 1 രൂപയുടെ വെള്ളി നാണയം അദ്ദേഹത്തിന് സംഭാവനയായി നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ സംഘടിക്കുക. അങ്ങനെയാണ് അദ്ദേഹം പോയി 1922 മാർച്ച് മാസം 22-ാം തീയതി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അവിടെ ആദ്യത്തെ തൊഴിലാളി സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ പ്രഭയുള്ള ഒരാൾ കടന്നു വന്നു. എല്ലാവരും വിചാരിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന്. പക്ഷെ അത് ഭഗവാൻ പറഞ്ഞയച്ച തീർത്ഥസ്വാമികളായിരുന്നു. തീർത്ഥസ്വാമികൾ വന്ന ഭഗവാന്റെ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തിനുണ്ടാകുമെന്ന് പറഞ്ഞ് ആശീർവദിക്കുകയാണ് ചെയ്തത്. ഈ ബാവയാണ് പിന്നീട് തൊഴിലാളികൾക്ക് വേണ്ടി ഓണം അഡ്വാൻസും ബോണസും ക്ഷേമനിധിയും ഒക്കെ ഉണ്ടാക്കിയത്. തൊഴിലാളികൾക്ക് വേണ്ടി വായനശാലകൾ, അവർക്ക് വേണ്ടിയിട്ട് മറ്റ് ആനുകൂല്യങ്ങൾ, ഈ സാലറി അഡ്വാൻസ്, ഇതൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കൊടുത്ത ബാബ ഏകദേശം 39-40 കാലഘട്ടം വന്നപ്പോൾ ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വരവ് ബാബയ്ക്ക് ഉപദ്രവമായി മാറി. കാരണം ഈശ്വരവിശ്വാസിയായ തൊഴിലാളി സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ബാബയുടെ പല പ്രവർത്തികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ബാബയെ പതിയെ സ്ഥാനത്തു നിന്ന് മാറ്റുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം ബാബ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു അടിത്തറ ഇട്ട് തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് കയറിപ്പോകേണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതാണ് ആദ്യത്തെ പ്രസ്ഥാനമെന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരുടെ ശ്രീനാരായണ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ടി.കെ. ബാവ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന വിഷയത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ ശ്രീനാരായണൻ എന്ന പേരിന് തികച്ചും യോഗ്യനായ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിയുകയുണ്ടായി. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ക്ഷേത്ര നിർമ്മാണം. നമുക്കൊരു ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കും, അല്ലേ? നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കും. എന്നിട്ട് ജോത്സ്യനെ വിളിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും ഈ സ്ഥലം നല്ലതാണോ. അത് കഴിഞ്ഞ് കല്ല് ഇടാനുള്ള സമയം നോക്കും. പിന്നെ അങ്ങോട്ട് സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടെ ഒരു ഓട്ടമാണ്. കാരണം ഒരു 10-20 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റാണ്. ഈ പൈസ ഉണ്ടാക്കണ്ടേ? അവർ എല്ലാ വഴിപാടുകളൊക്കെ സംഘടിപ്പിച്ച് വീടാന്തരം കയറി ഇറങ്ങി ഒരു 10-25 ലക്ഷത്തിന് ക്ഷേത്രം പണിതു. പിന്നെ നമ്മളൊരു 10-20 വർഷത്തേക്ക് ഇതിൻ്റെ കടത്തിലാണ്, അല്ലേ? നമ്മുടെ സെക്രട്ടറിക്കും പ്രസിഡൻറ്റൊന്നും ഉറക്കില്ല. കാരണം മേടിച്ച കാശ് കൊടുത്ത് തീർക്കണ്ടേ? അതിനുവേണ്ടി ഓടുന്നതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ക്ഷേത്ര നിർമ്മാണം, ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ, അല്ലേ? എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠയോ
ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം 3 സ്ഥാപനങ്ങളെ നിർമ്മിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 പ്രതിഷ്ഠകൾ നടത്തിയുള്ളൂ. ഏതൊക്കെയാണെന്നറിയാവോ? 1 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ, 2 ശാരദാമഠത്തിലെ ശാരദാംബ, 3 ആലുവ അദ്വൈതാശ്രമം. ഇത് ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ബാക്കി എല്ലാ പ്രതിഷ്ഠകളും ഭക്തന്മാരുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം ഭഗവാൻ ചെയ്തു കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 സ്ഥാപനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ മുഖ്യ പ്രാധാന്യമുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ എത്തുന്ന സമയത്ത് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ശങ്കരൻ കുഴി എന്നാണ്. ആ ശങ്കരൻ കുഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അതിഭീകരമായ ഒരു വനമായിരുന്നു. ആ വനത്തില് ക്രൂരമൃഗങ്ങൾ നിറഞ്ഞിരുന്നു. നരി, കടുവ, പുലി, കാട്ടുപന്നി, അങ്ങനെ പാമ്പ്, കീരി, ഇങ്ങനെയുള്ള ജീവികളൊക്കെ സ്വൈര്യവിഹാരം ചെയ്തിരുന്ന ഒരു സ്ഥലമാണത്. പകൽ സമയത്ത് പോലും ആളുകൾ അതുവഴി സഞ്ചരിക്കുവാൻ പേടിച്ചിരുന്നു. കാരണം അവിടെ കൊള്ളക്കാരുണ്ട്. അതുവഴി നടന്നു പോകുന്ന ആളുകളെ വധിച്ച് അവരുടെ കൈവശമുള്ളതെല്ലാം സ്വീകരിച്ചിട്ട് അവരുടെ മൃതശരീരം ഈ കാട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കാട്ടിലെ ക്രൂരമൃഗങ്ങൾ, നരിയും കടുവയും ഒക്കെ ഇത് തിന്ന് ജീവിക്കും. അതുകൂടാതെ ആ കാലഘട്ടത്തിലെ രാജഭരണ കാലഘട്ടത്തിൽ ആരെയെങ്കിലും രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അവരുടെ മൃതശരീരം വലിച്ചെറിഞ്ഞിരുന്നത് ഈ കാട്ടിലേക്കാണ്. ആ കാട്ടിലെ നരിയും പുലിയും ഒക്കെ അത് തിന്ന് വളർന്നിരുന്നു. അവിടെ നെയ്യാറ് കുത്തിയൊഴിച്ചൊഴുകിക്കൊണ്ടിരുന്നു. അവിടെ ഒരു അഗാധ ഗർത്തമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ചെല്ലുമ്പോഴുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നറിഞ്ഞ ഭഗവാന്റെ ബന്ധുക്കൾ ശ്രീനാരായണ ഗുരുദേവനെ സമീപിച്ചിട്ട് പറഞ്ഞു, നാണു, അങ്ങോട്ട് പോകരുത്, അവിടെ ക്രൂരമൃഗങ്ങളുണ്ട്, കൊള്ളക്കാരുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, രോഗി ഉള്ളിടത്തല്ലേ ചികിത്സ വേണ്ടതെന്നാണ്. രോഗമുള്ളിടത്താണ് ചികിത്സ വേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു യുവസന്യാസി കയ്യിലൊരു ഈർക്കിലിക്കമ്പ് പോലുമില്ലാതെ സുസ്മേരവദനായി ആ കൊടുങ്കാട്ടിലേക്ക് കയറി ചെന്നത് പിന്നീടെല്ലാം ചരിത്രമാണ്, നമ്മൾ കണ്ടിട്ടില്ലേ. ശേഷമാണ് ലോകമറിയുന്ന ആ പുണ്യക്ഷേത്രം അവിടെ ഉദിച്ചുയരുന്നത്. എങ്ങനെയാണ് ക്ഷേത്രമുണ്ടായത്? ശ്രീനാരായണ ഗുരുദേവൻ ഒരു വൈകുന്നേര സമയത്ത് ഭഗവാന്റെ ബന്ധുകൂടിയായ പുലിവാതിക്കൽ വേലായുധൻ വൈദ്യരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹം എവിടെയോ പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, വേലായുധൻ എവിടെ പോകുന്നു? ഞാനിവിടെ അടുത്തുള്ള ആങ്കോട്ട് ശിവക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുവാൻ പോവുകയാണ്, നാമും വന്നോട്ടെ, വരൂ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനും ഈ വേലായുധനും കൂടി ആങ്കോട്ട് ശിവക്ഷേത്രത്തിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോഴോ തീണ്ടപ്പാട് അകലെ നിന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുള്ളൂ. അങ്ങ് അകലെ മാറി നിന്നുകൊണ്ട് ശ്രീകോവിലിനെ നോക്കി പ്രാർത്ഥിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു തിരുമേനി കയ്യിൽ എന്തൊക്കെയോ പ്രസാദവുമായി കടന്നു വരുന്നു. ദൂരെയുള്ള ആളുകൾ അവിടെയുള്ള കല്ലിൻ്റെ പുറത്ത് തങ്ങളുടെ ദക്ഷിണ വെക്കുമ്പോൾ കയ്യിലിരുന്ന പ്രസാദം ഈ തിരുമേനി എറിഞ്ഞു കൊടുക്കുകയാണ്. തോളിൽ കിടന്ന് തുകർത്തുപയോഗിച്ച് ഒരു ഗോൾ കീപ്പറുടെ ലാഘവത്തോടു കൂടി ഈ വേലായുധൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രസാദം വാങ്ങിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആ കോവിലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആ കോവിലിൻ്റെ മുന്നിലൂടെ ഒരു കൊടിച്ചിപ്പട്ടി നടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു, ഒരു ഉത്കൃഷ്ട ജന്മമായ മനുഷ്യന് കടന്നു ചെല്ലുവാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ജീവികൾ സ്വൈര്യവിഹാരം നടത്തുന്നു. എന്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ആരാധനാലയങ്ങൾ ഉണ്ടാക്കിക്കൂടാ എന്ന് ഭഗവാൻ ആത്മകഥം ചെയ്യുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ വേലായുധൻ വൈദ്യനോട് ഭഗവാൻ ചോദിച്ചു, വേലായുധ, നമുക്കും ഒരു ക്ഷേത്രം വേണ്ടേ? അപ്പോൾ വേലായുധൻ പറഞ്ഞു, വളരെ സന്തോഷം ഭഗവാനെ, അതിനൊരു അവസരം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ വരുന്ന ശിവരാത്രിയിൽ നമ്മുടെ ആളുകളോട് അരുവിപ്പുറത്ത് എത്തിച്ചേരുവാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവരാത്രി നാളെത്തി. ആളുകൾ അവിടെ വരുമ്പോൾ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. കുറച്ച് കൊടി തോരണങ്ങളൊക്കെ ഉണ്ട്, അവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു പാറപ്പുറത്ത് കുറച്ച് തോരണം വലിച്ചു കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു കുഴി കാണുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ധ്യാന നിമഗ്നനായി അവിടെയുള്ള മഠത്തിൽ ഇരിക്കുന്നുമുണ്ട്. അപ്പോഴാണ് അവരെല്ലാവരും കൂടെ അവിടെ കൂടിയിരുന്നുകൊണ്ട് നമശിവായ 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 മന്ത്രം ചൊല്ലി നാദസ്വര മേളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 12:30 സമയമായപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനത്തിൽ നിന്നുണർന്ന് പതിയെ അടുത്തുള്ള ശങ്കരൻ കുഴിയെ ലാക്കാക്കി നടക്കുകയാണ്. ഇന്ന് കാണുന്ന ശങ്കരൻ കുഴി ആയിരുന്നില്ല അന്ന്. അവിടെ ആ ചുഴിയിൽപ്പെട്ടത് അകത്തേക്ക് പോകുന്ന ഒന്നിനും തന്നെ തിരിച്ചടക്കുവാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ
അവിടെ നിന്ന് പതിയെ ശങ്കരൻ കുഴിയിലാക്കി പോകുന്നു. പെട്ടെന്ന് ഭഗവാൻ ശങ്കരൻ കുഴിയിലേക്ക് എടുത്ത് ചാടി ഇറങ്ങിപ്പോകുന്നു. ആളുകൾ ചുറ്റും കൂടി എന്ന് നമശിവായ മന്ത്രം ചൊല്ലുന്നുണ്ട്. നമശിവായ നമശിവായ നമശിവായ. മിനിറ്റുകൾ സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി. ഏകദേശം 3-3.5 മണിക്കൂറായപ്പോഴാണ് ഭഗവാനെ കാണാനില്ല. എല്ലാവരും വളരെ വിഷമിച്ച് നമശിവായ മന്ത്രം കരച്ചിലിലേക്ക് വഴിമാറുന്ന സമയത്ത് തൻ്റെ നെഞ്ചിൽ അടുക്കി പിടിച്ച ഒരു ശിവവിഗ്രഹവുമായി, ശിവലിംഗവുമായി ഭഗവാൻ കടന്നു വരികയാണ്. നമശിവായ മന്ത്രങ്ങൾ നിലവിളിക്ക് വഴിമാറുന്ന സമയത്ത് തൻ്റെ നെഞ്ചോട് അടുക്കി പിടിച്ച ഒരു സമ്പൂർണ്ണ ശിവലിംഗവുമായി ശ്രീനാരായണ ഗുരുദേവൻ ഉയർന്നു വരികയാണ്. ആ കാഴ്ച കണ്ടിട്ട് ശിവലിംഗദാസ സ്വാമികൾ പറയുന്നുണ്ട്, 1000 സൂര്യചന്ദ്രന്മാർ ഉദിച്ചു വരുന്നത് പോലെ ഭഗവാന്റെ മുഖം ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ഒരിക്കൽ അങ്ങോട്ട് നോക്കുന്നവർക്ക് പിന്നീട് കാഴ്ച കാണുവാൻ പറ്റാത്ത തരത്തിലുള്ള വെളിച്ചമാണ് ഭഗവാനിൽ നിന്ന് പ്രസരിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് പൊങ്ങി വന്ന ഭഗവാൻ ഈ പാറയുടെ അടുത്തേക്ക് വന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഈ ശിവലിംഗം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഉയർത്തിപ്പിടിച്ചു. ആ സമയത്ത് ഭഗവാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. തൻ്റെ കണ്ണുകൾ കൊണ്ട് ഭഗവാൻ ഈ വിഗ്രഹത്തെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ഏകദേശം ഒരു 3-3:30 സമയമാകുന്ന സമയത്ത് അതിശക്തമായ ഒരു പ്രകാശമുണ്ടാവുകയും ആ സമയത്ത് ഈ പാറയെ മറ്റൊരു പാറയിലേക്ക് ഉറപ്പിക്കുകയും ചെയ്ത ആ ചരിത്ര മുഹൂർത്തം ഇന്നും ഒരു ഇളക്കവും തട്ടാതെ ആ ശിവലിംഗം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടത് അതുപോലെയുള്ള ഉറച്ച വിശ്വാസമുണ്ട്. തൻ്റെ വിശ്വാസികൾ ആരെല്ലാം ഭഗവാന്റെ അടുത്ത് ചെന്ന് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ആ വിശ്വാസം കാണിച്ചു കൊടുക്കേണ്ടത്, ആ നല്ല വിശ്വാസം നമുക്കുണ്ടാകേണ്ടത് മാത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുവാനുള്ള വഴി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ കൊടുങ്കാട്ടിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ കടന്നു ചെന്ന കാഴ്ചയെക്കുറിച്ചാണ് പിന്നീട് കുമാരനാശാൻ നമുക്ക് എഴുതി തന്ന പ്രാർത്ഥനയിൽ പറയുന്നു, മഹാവനം മലർവാടിയാക മുള്ളക്കയും നന്മുകുളങ്ങളാക മഹേശ നിൻ. ഭഗവാൻ അങ്ങോട്ട് കടന്നു വന്നതോടുകൂടി ഈ മഹാവനം മുഴുവനും എന്തായി മാറി? മലർവാടിയായിട്ട് മാറി. ആ ക്രൂര മൃഗങ്ങളെല്ലാം എന്തായി മാറി? ദേവഗായകരായി മാറിയെന്ന് കുമാരനാശൻ എഴുതി വെക്കുന്നത് ഈ സംഭവത്തോടു കൂടിയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു തന്ന ആ പ്രതിഷ്ഠയും ഇന്ന് നടക്കുന്ന ക്ഷേത്രപ്രതിഷ്ഠകളും കോലാഹലങ്ങളുമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ലളിതമായിട്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ തപശക്തി കൊണ്ട് നമുക്കൊരു ക്ഷേത്രം പണിത് തന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോൾ ഇപ്പോഴും പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയാണോ വേറെ സന്യാസിയാണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ആ ക്ഷേത്രം പ്രതിഷ്ഠിച്ച് തന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ആരിലും പിറകിലല്ല, എല്ലാവർക്കും സമമാണ് എന്ന സത്യം തന്നെയാണ്. അന്നത്തെ ബ്രാഹ്മണർക്ക് മാത്രം പ്രതിഷ്ഠ നടത്തുവാൻ അവകാശമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി തന്നിട്ട് നമ്മുടെ ശിവനെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ചത് എന്ന് പറയാൻ കാണിച്ച ആ ചങ്കൂറ്റമാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു തന്ന ആ സന്ദേശത്തെ, ആ ദർശനത്തെ നെഞ്ചിലേറ്റി നമ്മളെല്ലാവരും മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകൾ തമ്മിൽ തല്ലുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഓർത്തിരിക്കണം, അങ്ങ് 1888 അരിയൂപ്പുറത്ത് എഴുതി വെച്ച ഒരു ദിവ്യമന്ത്രമുണ്ട്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും ഭേദങ്ങളെല്ലാം മാറ്റിയിട്ട് സകല ജനങ്ങളും ഒരമ്മ പെറ്റ സഹോദരീ സഹോദരങ്ങളെ പോലെയാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായി തീരട്ടെ എന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ കാണുന്ന പുരോഗതികളൊക്കെ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നെല്ലാവരും പറയാറുണ്ട് കേരള മോഡൽ എന്ന് പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവകാശപ്പെടുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ നേട്ടമാണ് എന്ന്. എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിൽ എന്തുകൊണ്ട് കേരളം പോലെയുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല? എന്തുകൊണ്ട് അവിടെയൊക്കെ കേരള മോഡൽ പോലെയുള്ള ഒരു സംസ്കാരം ഉടലെടുത്തിട്ടില്ല?
എന്തിന്? ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക, യുവസന്യാസിയായ വിവേകാനന്ദ സ്വാമികൾ അന്നത്തെ മലബാറിൽ വന്നിട്ട് പറഞ്ഞത്, മലബാറിലുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണ്, ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റിയത് ആരാണ്? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രീനാരായണ ഗുരുദേവനോട് നമ്മൾ കൃതജ്ഞതയുള്ളവരായിട്ട് മാറണം. ആ കൃതജ്ഞതയുടെ കാര്യം പറയുമ്പോഴാണ് 1936 ആദ്യമായിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്, അല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് ഇപ്പോഴും ഓരോരുത്തർ പറയുന്ന കേൾക്കും. എന്താണ് അത്? തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദാര്യമാണ്. അവർ നമുക്ക് തന്ന ഔദാര്യമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുവാൻ അവർ തന്ന ഔദാര്യം കൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു സത്യം മനസ്സിലാക്കണം. ഭാസ്കരൻ ഉണ്ണിസാറിൻ്റെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, 1928-30 കാലഘട്ടത്തിൽ 30-35 കാലഘട്ടത്തിൽ നമ്മുടെ ചേർത്തലയിലുള്ള ക്ഷേത്രത്തിൻ്റെ പേര് വേളോർവട്ടം ക്ഷേത്രം. ഈ വേളോർവട്ടം ക്ഷേത്രത്തിലെ ആളുകൾ ഒരു പരാതി രാജാവിനെ അയക്കുന്നുണ്ട്. പരാതി ഇങ്ങനെയാണ്: ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ പിതാമഹന്മാരൊരു തീരുമാനമെടുത്തു, നമ്മളെ കയറ്റാത്ത ക്ഷേത്രങ്ങളിൽ നമുക്ക് പ്രവേശിക്കണ്ട, നമുക്ക് ക്ഷേത്രം ത്യജിക്കാം. ക്ഷേത്രം ത്യജിക്കുവാൻ അവർ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ക്ഷേത്രങ്ങളിലൊന്നും വരുമാനമില്ല. അവർ പരാതി ദിവാന് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഈ ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി തെളിക്കാനുള്ള വരുമാനം പോലുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദിവാൻ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം. ആ സമയത്താണ് പത്തനംതിട്ടയിൽ മാടമൻ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ട് അന്നത്തെ നമ്മുടെ SNDP യോഗത്തിൻ്റെ സമാദരണീയനായ നേതാവ് സി കേശവൻ ഒരു കാര്യം പറഞ്ഞു: ഞങ്ങളെല്ലാവരും കൂടി നേരെ ക്രിസ്തു മതത്തിൽ ചേരാൻ പോവുകയാണ്. വെറും ക്രിസ്തു മതമല്ല, നല്ല ഒന്നാന്തരം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായി ഞങ്ങൾ മാറുവാൻ പോവുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി. ഈ വിവരവും ദിവാൻ അറിഞ്ഞു. ദിവാൻ രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു: രാജാവേ, ഈ നമ്മളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം വരുന്ന ഇവരെല്ലാവരും കൂടെ പോയി ക്രിസ്തുമതം സ്വീകരിച്ചാൽ നമ്മളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വരുമാനമില്ലാതെ വരും, നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ഇവരൊക്കെ ബ്രിട്ടീഷുകാരുടെ ആൾക്കാരായിട്ട് മാറും. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം, ഈ ക്ഷേത്രങ്ങളെല്ലാം എല്ലാവർക്കും വേണ്ടി അങ്ങ് തുറന്നു കൊടുക്കാം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറും. അപ്പോൾ ഇവരെല്ലാവരും എന്തു ചെയ്യും? നമ്മുടെ പുരോഹിതന്മാരുടെ, ബ്രാഹ്മണരുടെ അടിമകളായിട്ട് മാറും. ആ കുബുദ്ധിയുടെ ഫലമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായത്. അതടുത്ത വർഷം തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ചരിത്രം പറയുന്നു 1937 ശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് വളരെ ആളുകൾ കുറവായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ അഴീക്കോടൻ മാഷ് പറഞ്ഞു, വേറൊന്നുമല്ല, നമ്മുടെ ആളുകൾ പൂണൂലിട്ട ശിവനെ തപ്പിപ്പോയതാണ് എന്ന്. സത്യമാണ്. നമുക്കിന്നും ഇത്തരം ക്ഷേത്രങ്ങളിലേക്ക് പോകുവാനാണ് താല്പര്യം. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കുവാൻ അവസരമുണ്ടാക്കി തന്ന സാക്ഷാൽ പരബ്രഹ്മസ്വരൂപൻ നമുക്കുണ്ടായിട്ടും നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, 888 മുൻപ് വരെ എന്തുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റിയില്ല? അല്ലെങ്കിൽ 1936 മുൻപ് വരെ എന്തുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് കയറുവാൻ പറ്റിയില്ല? അന്ന് എന്തുകൊണ്ട് അവിടെ നിന്ന് അഷ്ടമംഗല്യ പ്രശ്നങ്ങളിലൊക്കെ നമ്മളെ ഓരോരുത്തരെയും അതിൻ്റെയൊക്കെ വിളിച്ചു കയറ്റണമെന്ന് അവിടുത്തെ ദേവൻ പറഞ്ഞില്ല? ഒറ്റ ദേവൻ മാത്രമേ പറഞ്ഞുള്ളൂ, നമ്മൾ ആരിലും വ്യത്യസ്തരല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് രംഗപ്രവേശനം ചെയ്യണം, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്ന ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ പരമദൈവം തന്നെയായിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെക്കുറിച്ച് പഠിക്കണം. ഭഗവാനെക്കുറിച്ച് പഠിക്കുവാൻ ഏറ്റവും നല്ല വഴി, ഏറ്റവും നല്ല ജീവചരിത്രം ഭഗവാന്റെ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന 64 പരം കൃതികളാണ്. വിവിധ കൃതികൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ആ കൃതികൾ നമ്മൾ പഠിക്കണം. എങ്ങനെ പഠിക്കണം? നല്ല ഈണത്തിൽ ചൊല്ലി പഠിക്കണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്രദ്രഷ്ടാവാണ്. മന്ത്രം എഴുതി തന്നിട്ടുള്ള ആളാണ്. ഭഗവാൻ എഴുതി കൊടുത്ത ഹോമമന്ത്രം, ഹോമം ചെയ്യാൻ വേണ്ടി ഹോമമന്ത്രം എഴുതി കൊടുത്തപ്പോൾ ആര്യ സമാജത്തിൻ്റെ ആളുകൾ പറഞ്ഞത് ഇത് വേദത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏതോ മന്ത്രങ്ങളാണ് എന്നാണ്. അതല്ല, നാം എഴുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ആ മന്ത്രദ്രഷ്ടാവായ ഭഗവാന്റെ പ്രത്യേകത, നാശമില്ലാത്ത അക്ഷരങ്ങളെ, ക്ഷരമില്ലാത്ത അക്ഷരങ്ങളെ ഒരുമിച്ച് ചേർത്ത് വാചകങ്ങളുണ്ടാക്കി ആ വാചകങ്ങളെ ചേർത്ത് മന്ത്രസമാനമായി ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് രചിച്ചു തന്നു. അതിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങളൊക്കെ ആപ്പിൾ കഴിക്കുന്ന ആൾക്കാരാണോ? ആപ്പിളിൻ്റെ പ്രത്യേകത എന്താണ്? അത് വൈറ്റമിൻ
സമ്പുഷ്ടമാണ്. ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്ന ആൾക്ക് ഡോക്ടറെ അകറ്റി നിർത്താൻ പറ്റുമെന്ന് ആധുനിക ശാസ്ത്രം പോലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിൾ കയ്യിൽ കിട്ടിയാൽ അതിന് മധുരമുണ്ടെന്ന് നമുക്കറിയാം അല്ലേ, അതിൽ വൈറ്റമിൻ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് എവിടെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാമോ? ഇത് കണ്ടിട്ടല്ല നമ്മൾ കഴിക്കുന്നത് അല്ലേ. ആപ്പിളിന് മധുരമുണ്ട്, വില കൂടുതലാണ്, എങ്കിലും കിട്ടിയാൽ നമ്മൾ ചവച്ച് തിന്നാൻ ശ്രമിക്കും, അതിൻ്റെ മധുരം. പക്ഷേ ആപ്പിൾ വിചാരിക്കാറുണ്ടോ, ഇവൻ എൻ്റെ എയും ബിയും ഒക്കെ എടുക്കുന്നത് എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇവൻ്റെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഒന്നും കയറ്റേണ്ട എന്ന് ആപ്പിൾ വിചാരിക്കാറുണ്ടോ? ഇല്ല. ആപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അതിലെ വൈറ്റമിൻസ് കയറി ചെല്ലും എന്ന് പറഞ്ഞതുപോലെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന കൃതികൾ ദിവസവും നിങ്ങൾ പാരായണം ചെയ്താൽ ആ മന്ത്രത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഗൃഹത്തിൽ പ്രതിധ്വനിക്കും. അതിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലൂടെ, നിങ്ങളുടെ തലച്ചോറിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്കും പ്രവേശിക്കും. അങ്ങനെ നിങ്ങൾക്ക് ശക്തരായി മാറുവാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന കൃതികളിലൂടെ നമ്മുടെ കുട്ടികളെ സഞ്ചരിപ്പിച്ചാൽ അവർക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം വർദ്ധിക്കും, ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഭക്തി വർദ്ധിക്കും. ഉദാഹരണം പറഞ്ഞാൽ പിണ്ടനന്ദി എന്ന് പറയുന്ന കൃതി നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പിണ്ടത്തിന് കാത്തു സൂക്ഷിച്ച സാക്ഷാൽ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാൻ എഴുതി തന്ന കൃതിയാണ്. അദ്ദേഹത്തെ ആദ്യത്തെ 4 വരി എങ്ങനെയാണ്? ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയൻ്റെ പിണ്ടം എപ്പേരുവൻ പൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനിതൊക്കെയുമങ്ങു ശംഭോ. ഈ ഒരു കൃതി നമ്മുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തി ചൊല്ലിക്കൊടുത്തിട്ട് അറിയാവുന്ന പോലെ ആ കുട്ടികൾക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് മനസ്സിലാകും, ഞാൻ വെറും പിണ്ഡമായിട്ട് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന സമയത്ത് എന്നെ സംരക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. സാക്ഷാൽ ഈശ്വര കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ രൂപത്തിൽ നിൽക്കുന്നത് എന്ന സത്യം അവന് മനസ്സിലാക്കി കൊടുക്കുന്ന കൃതിയാണ് പിണ്ടനദി എന്ന് പറയുന്നത്. ഞാൻ വിശന്ന് നിലവിളിച്ചപ്പോൾ, എൻ്റെ അമ്മയൊന്ന് ചരിഞ്ഞു കിടന്നിരുന്നെങ്കിൽ, എൻ്റെ അമ്മയൊന്ന് കമിഴ്ന്ന് കിടന്നിരുന്നെങ്കിൽ, എൻ്റെ അമ്മയൊന്ന് ചാടിത്തുള്ളിയിരുന്നെങ്കിൽ ഈ കാണുന്ന ഞാനുണ്ടാകില്ല എന്ന സത്യം നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന കൃതിയാണ് പിണ്ടനദി. ഞാൻ വിശന്ന് കരഞ്ഞപ്പോൾ അന്ന് ഇന്നത്തെ പോലെ പാഴ്സൽ സർവീസുകാരുണ്ടായിരുന്നില്ല, ഹോട്ടലുകാരുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ കഴിച്ച പോഷകാംശമുള്ള ഭക്ഷണം പൊക്കിൾക്കുടിയിലൂടെ ഞാൻ വലിച്ചു കുടിച്ചാണ് ഞാൻ ഈ രൂപത്തിലെത്തിയത് എന്ന സത്യം അവന് മനസ്സിലാക്കി കൊടുക്കുന്നത് ആ കൃതിയിലൂടെയാണ്. പിണ്ടനന്ദി പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊരിക്കലും അമ്മയെയും അച്ഛനെയും തള്ളി പറയാനാവില്ല. പക്ഷെ നമ്മൾ അവർക്കതിന് അവസരം കൊടുത്തിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു കഷ്ടം വരുമ്പോൾ, ഒരവസ്ഥ വരുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പിണ്ടനദിയിലെ ആദ്യത്തെ 4ാമത്തെ വരി കടന്നു വരും. എന്താണ്? കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനിതൊക്കെയുമങ്ങു ശംഭോ. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് ഇങ്ങോട്ട് എന്നെ പറഞ്ഞു വിട്ട ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ കൽപ്പന പോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സംസാര സാഗരം കടന്നുകൂടുവാൻ അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വേദനകളിലും കഷ്ടപ്പാടുകളിലും അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ഞാൻ അർത്ഥിക്കുകയാണ്. ഇത്തരം വരികളല്ലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താലല്ലേ അച്ഛനാരാണ്, അമ്മയാരാണ്, ഈശ്വരനാണ് ആരാണ് എന്ന സത്യം അവരുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇതിനൊന്നും കഴിയാതെ, ഇതൊന്നും ചെയ്യാതെ മടിയന്മാരായി ഇരുന്നു കൊണ്ട് കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ നെഞ്ചത്തലത്ത് നിലവിളിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യവുമില്ല. എല്ലാം നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നതിനുണ്ട്. ഇത് പകർത്തിയെടുക്കേണ്ടതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ അറിയുവാൻ ഗുരുദേവ കൃതികളിലൂടെ സഞ്ചരിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായിരുന്ന സമയത്ത് സമകാലികരായ ആളുകൾ, പ്രത്യേകിച്ച് മഹാകവി കുമാരനാശാനും കോട്ടുകോയിക്കൽ വേലായുധൻ വൈദ്യരും മൂർക്കോത്ത് കുമാരനുമൊക്കെ എഴുതി തന്ന ജീവചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഭഗവാനെക്കുറിച്ച് ഏകദേശം 2000-ലധികം വരുന്ന ജീവചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് ഇത് 3 ഇതിൽ ഒരെണ്ണമെങ്കിലും വായിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊച്ചു കുട്ടികളിലേക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരുമൊക്കെ പകർന്നു കൊടുക്കുവാൻ ശ്രമിച്ചാൽ അവരുടെ മനസ്സിലേക്ക് ഗുരു എന്നൊരു കൺസെപ്റ്റ് കടന്നു വരും.
തിരിച്ചറിവുള്ള പ്രായത്തിൽ അവൻ ഗുരുവിനെ അന്വേഷിച്ച് നടക്കും. അവൻ്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ കടന്നു വരും. അവന് വേണ്ടതെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ നൽകും. അതിൻ്റെ കടമ, അത് ചെയ്യേണ്ട കടമ നിങ്ങളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ഉണരുക, നമ്മൾ എന്തും ഗുരുവിലേക്ക് നോക്കുക. നമ്മൾക്കെല്ലാ മറുപടിയും ഗുരുവിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവനിലേക്ക് നോക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട മാർഗങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ ഗുരുവിലേക്ക് നോക്കണം. ഗുരുദേവ കൃതികൾ പഠിച്ച്, ഗുരുദേവ ജീവചരിത്രം പഠിച്ചു കഴിയുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സ്മൃതി ഗ്രന്ഥം വെച്ച് തന്നിട്ടുണ്ട്. ഏതാണ് ആ സ്മൃതി ഗ്രന്ഥം? ശ്രീനാരായണ ധർമ്മം. SNDP യോഗത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അല്ലേ? ശ്രീനാരായണ ധർമ്മ അപ്പം എന്താണ് ഈ ശ്രീനാരായണ ധർമ്മം? സെക്രട്ടറിയും പ്രസിഡന്റും വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് പോയിട്ടൊരു കറുത്ത കമ്പിൽ മഞ്ഞ കൊടിയൊക്കെ ചുറ്റി മഞ്ഞ ബ്ലൗസൊക്കെ എടുത്ത് വെച്ചിട്ട് TK മാധവൻ ആർശങ്കർ നേടിയെടുത്തൊരു ദീപശിഖ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നതാണോ? എന്താണ് ശ്രീനാരായണ ധർമ്മം? ധർമ്മം പരിപാലിക്കുന്നവരുടെ സംഘടനയാണ് SNDP യോഗം. എന്താണ് ഈ ശ്രീനാരായണ ധർമ്മം? അതറിഞ്ഞാലേ നമുക്ക് പരിപാലിക്കാൻ പറ്റുള്ളൂ. എന്താണത്? ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് 1924 ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിക്കുന്നിലെ തെന്മാവിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ പിൻഗാമിയായി വാഴിച്ച ബോധാനന്ദ സ്വാമികളും സ്വാമിയുടെ സംസ്കൃത പണ്ഡിതനായ ആത്മാനന്ദ സ്വാമികളും അടങ്ങുന്ന ശിഷ്യവൃന്ദം ശ്രീനാരായണ ഗുരുദേവനെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അവതാരം കൊണ്ട് ഞങ്ങളും ഈ തലമുറയും ധർമ്മിഷ്ഠരായി ജീവിക്കുന്നു. എന്നാൽ ഇനി വരുന്ന തലമുറ ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ധർമ്മിഷ്ഠരായി ജീവിക്കാൻ ഉതകുന്ന ഉപദേശങ്ങൾ തന്ന് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സംസ്കൃതത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാന്റെ സംസ്കൃത പണ്ഡിതനായ ശിഷ്യൻ ആത്മാനന്ദ സ്വാമികൾ എഴുതിയെടുത്ത് എല്ലാ ദിവസവും ശ്രീനാരായണ ഗുരുദേവനിൽ സമർപ്പിച്ച് തെറ്റുതിരുത്തിയെടുത്ത 10 സർഗങ്ങളും 295 ശ്ലോകങ്ങളും അടങ്ങുന്ന ഒരു സ്മൃതി ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ആലോചിക്കും, ഇവിടെ ഒരുപാട് സ്മൃതി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? മനുസ്മൃതി, പരാശര സ്മൃതി, എങ്ങനെ പറഞ്ഞ് യാജ്ഞവൽക്യ സ്മൃതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്മൃതികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനൊരു ശ്രമം നടത്തിയത്? അത് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ അറിയാം. ഇതൊക്കെ ചില പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. മനുസ്മൃതി ആയിക്കോട്ടെ, യാജ്ഞവൽക്യ സ്മൃതി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ ഗുരുക്കന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനീതികൾക്കെതിരെ എങ്ങനെ മനുഷ്യർ ധർമ്മിഷ്ഠരായി ജീവിക്കണമെന്ന് ഉതകുന്ന ഉപദേശങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന സ്മൃതി ഗ്രന്ഥം കാലാതീതമാണ്. ആ കാലഘട്ടത്തിനും ഈ കാലഘട്ടത്തിനും വരാൻ പോകുന്ന കാലഘട്ടത്തിനും, ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെയും ഈ നൂറ്റാണ്ടിൻ്റെയും വരാൻ പോകുന്ന നൂറ്റാണ്ടിൻ്റെയും പ്രകാശഗോപുരമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഈ 10 സർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. ഒരു മുസ്ലിം സഹോദരന് ഖുറാൻ എങ്ങനെയാണോ, ഒരു ക്രിസ്ത്യൻ സഹോദരന് ബൈബിൾ എങ്ങനെയാണോ, ഒരു ഹിന്ദു സഹോദരന് വേദപുസ്തകങ്ങൾ എങ്ങനെയാണോ എന്നതുപോലെ മനുഷ്യനായി ജനിച്ച ഏതൊരാളുടെയും കയ്യിലുണ്ടാകേണ്ട അതിവിശുദ്ധമായൊരു ഗ്രന്ഥമാണ് എന്ത്? ശ്രീനാരായണ ധർമ്മം. ഈ ശ്രീനാരായണ ധർമ്മം കയ്യിലുള്ളവരൊന്ന് കൈ പോകിക്കേ. 2. ആ കയ്യിലുള്ള ആളുകൾ ആ പുസ്തകത്തിൻ്റെ അകത്ത് KSEBയുടെ ബില്ല് വെക്കാറുണ്ടോ? അണ്ണാച്ചിയുടെ ബുക്ക് വെക്കാറുണ്ടോ? ഏഷ്യാനെറ്റിൻ്റെ ബില്ല് വെക്കാറുണ്ടോ? കാരണം എന്താണെന്ന് ഈ തുറക്കാത്ത പുസ്തകങ്ങളിലാണ് നമ്മൾ ഇതൊക്കെ കയറ്റി വെക്കുന്നത്. വായിക്കണം. അത് വായിച്ചു പോകുമ്പോഴാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നറിയുന്നത്. ഈ ശ്രീനാരായണ ഗുരുദേവ കൃതികളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാനിന്ന് നോട്ടീസിൽ കണ്ടു, ഇവിടെ ഒരു കോൽകളി സംഘം അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? കുമാരിമാരുടെ ഫോട്ടോ കണ്ടു, അല്ലേ? ഉണ്ട്. പിന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തിരുവാതിര കളിക്കാരുണ്ടാവും, സംഘങ്ങളുണ്ടാവും. പക്ഷേ പ്രാർത്ഥനാ സംഘങ്ങൾ വളരെ കുറച്ചാണല്ലോ. ഇവിടെ ഉണ്ടോ പ്രാർത്ഥനാ സംഘം? മറന്നുപോയി.
എല്ലാവർക്കും തിരുവാതിര കളിക്കാൻ ഇഷ്ടമാണ്, കോല് കളിക്കാൻ ഇഷ്ടമാണ്. ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ വരും. പക്ഷെ ഗുരുദേവ കൃതികൾ ചൊല്ലിപ്പഠിക്കാൻ വിളിച്ചാൽ ആള് കുറയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളല്ലാതെ മറ്റാരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുക? ശ്രീനാരായണ ഗുരുദേവൻ ശിവനെക്കുറിച്ചും സുബ്രഹ്മണ്യനെക്കുറിച്ചും ദേവികളെക്കുറിച്ചുമൊക്കെ തന്ന കൃതികൾ നിങ്ങളൊന്ന് ഈണത്തിൽ ഇവിടെയുള്ള മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ചോദിച്ചു വാങ്ങുന്ന അവകാശങ്ങൾ നമ്മൾ ചെയ്യും. എന്താണ്, ഒരു ക്ലബിൻ്റെ പരിപാടി നടന്നാലോ വേറൊരു ക്ഷേത്രത്തിലൊരു പരിപാടി നടന്നാലും ചെന്ന് നമ്മൾ ചോദിക്കും, ഞങ്ങളുടെ തിരുവാതിരകളി വെക്കുമോ? അവർ വെക്കും, കാരണം നമ്മൾ വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നിങ്ങൾ നല്ല ഈണത്തിൽ ചൊല്ലിപ്പടിച്ച ശ്രീനാരായണ ഗുരുദേവ കൃതികളുമായിട്ട് ഇത്തരം ക്ഷേത്രങ്ങളിലും പൊതുവേദികളിലുമൊക്കെ ചോദിച്ചു വാങ്ങുന്ന ആ വേദിയിൽ നിന്ന് ചൊല്ലുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്ന കൃതികളുടെ വൃത്തഭംഗിയും രൂപഭംഗിയും ഈണഭംഗിയും ഒക്കെ അത് കേൾക്കുന്നവരുടെ ചെവിയിലൂടെ അവരുടെ തലച്ചോറിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുകയാണ്. അങ്ങനെ അവരിലേക്ക് ശ്രീനാരായണ ദർശനത്തിൻ്റെ വെളിച്ചം വീശുവാൻ നമുക്ക് ഈ ഗുരുദേവ കൃതികളുടെ പാരായണത്തിലൂടെ സാധിക്കും. അതിനെന്ത് ചെയ്യണം? നല്ല ഈണത്തിൽ പോയി ഇതൊക്കെ ചൊല്ലിക്കൊടുക്കണം. അത് നമ്മൾ തയ്യാറാകണം. അങ്ങനെയാണ് നമ്മൾ ശ്രീനാരായണ ദർശനത്തിൻ്റെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള പതാക വാഹകരാകുന്നത്. ഗുരുദേവ കൃതികളുടെ വരികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്ന എല്ലാവരും ശ്രീനാരായണ ഗുരുദേവൻ്റെ പാതകൾ പിന്തുടരുവാൻ തയ്യാറാകും. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ഒരു പ്രാർത്ഥനാ സംഘം തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യ രൂപം കൊടുത്തത് എന്തിനാണ്? കുളിസംഘങ്ങളാണ്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇവിടെ നമ്മളും ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥനാ സംഘം. ഗുരുദേവ കൃതികൾ നല്ല ഈണത്തിൽ ചൊല്ലുന്ന കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ച് അവരെ കൊണ്ടൊരു പ്രാർത്ഥനാ സംഘം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശാഖകളിൽ നടക്കുന്ന വിവാഹ വേദികളിലും ഒരു നല്ല കർമ്മങ്ങൾ നടക്കുന്ന ഏതൊരു വേദിയിലും, ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന അവസ്ഥയായിക്കോട്ടെ, അവിടെയൊക്കെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ചെന്നിട്ട് ഭക്തി നിർഭരമായി നല്ല ഈണത്തിൽ ഗുരുദേവ കൃതികൾ നമ്മൾ ആലപിക്കണം. ഈ ഗുരുദേവ കൃതികൾ അങ്ങനെ ജനഹൃദയങ്ങളിൽ ഇങ്ങനെ ഓളം തള്ളുമ്പോഴാണ് ശ്രീനാരായണ ദർശനത്തിൻ്റെ പ്രസക്തി അവരിലേക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കും, ഈ കൃതികളൊക്കെ ചൊല്ലിയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല, ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ശ്രീനാരായണ ധർമ്മം എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ശിവഗിരിയിൽ ചെന്നാൽ 120 രൂപയ്ക്ക് ശ്രീനാരായണ ധർമ്മം ലഭിക്കും. ആ പുസ്തകത്തിന് തീർത്ഥസ്വാമികൾ ശുദ്ധമായ മലയാളത്തിൽ വിവർത്തനം എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളുടെ നിത്യപ്രാർത്ഥനകളിൽ നിങ്ങൾ ശ്രീനാരായണ ധർമ്മം പാരായണം ചെയ്യുവാൻ തയ്യാറായാൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 2 സർഗം അതിൻ്റെ അകത്ത് ശിവഗിരി വർണ്ണനയും വർക്കല വർണ്ണനയുമാണ് വരുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് എന്താണ് ശിവഗിരി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, വർക്കല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ ശ്രീനാരായണ ഗുരുദേവൻ എഴുന്നള്ളിയിരിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വിവരിച്ചിട്ട് പിന്നെ അങ്ങോട്ടുള്ള 8 സർഗങ്ങളിൽ ജാതി മത ദൈവ വിചാരങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ ജന്മം മുതൽ മരണം വരെ അവൻ എങ്ങനെ ജീവിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ട് 101ാമത്തെ വർഷമാണ്. പക്ഷെ നമുക്കത് പഠിക്കുവാൻ സാധിച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇനിയെങ്കിലും നിങ്ങളത് പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് പഠിച്ചാലുള്ള പ്രത്യേകതകൾ എന്താണ്? അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വീട്ടിലിരിക്കുന്നു. അച്ഛൻ, അമ്മ, അമ്മായിയമ്മ, കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അത് ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനാലയമാണോ? ഉള്ളവരെല്ലാവരും കൂടി ഇരിക്കും. എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മായിയമ്മയ്ക്ക് എഴുത്തും വായന അറിയാവുന്ന ആളാണെങ്കിൽ ആദ്യം പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്ന ആരായിരിക്കും? അമ്മായിയമ്മ തന്നെയായിരിക്കും. അമ്മായിയമ്മ ചൊല്ലി തുടങ്ങും. അമ്മ ശ്രീനാരായണ ധർമ്മം വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, മെതവയ ശീലമുള്ളവളും ഭർത്താവിനെ അനുസരിക്കുന്നവളുമായ ഭാര്യ എവിടെയുണ്ടോ ആ കുടുംബം സർവകല്യാണ സമ്പന്നമാകും, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അമ്മായിയമ്മ എന്ത് ചെയ്യും? ഒന്ന് കണ്ണാടി നേരെ വെച്ചിട്ട് ഒന്നുകൂടെ വായിക്കും, തെറ്റിപ്പോയെന്നറിയാം. എന്താണ്? മിതവ്യയശീലമുള്ളവളും ഭർത്താവിനെ അനുസരിക്കുന്നവളുമായ ഭാര്യ എവിടെയുണ്ടോ ആ കുടുംബം സ്വർഗസമാനമായിരിക്കും. അപ്പോൾ ഭർത്താവ് ഭാര്യയെ ഒന്ന് മിഴിച്ചു നോക്കും, ഭാര്യ ഒന്ന് തല കുമ്പിട്ടിരിക്കും. ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് വിശദമായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത വരിയിലേക്ക് പോകുന്നു. അമ്മ തന്നെ വായിക്കുന്നു. എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ
ഇടമുറിയാത്ത പ്രേമത്തോടുകൂടി എവിടെ ജീവിക്കുന്നുവോ ആ കുലം സർവകല്യാണ സമ്പന്നമാകും. എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കുന്നതാണ്? ഇടമുറിയാത്ത പ്രേമം. അതെന്താണ് ഇടമുറിയാത്ത പ്രേമം? ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോട് 1-ാം തീയതി ഭയങ്കര സ്നേഹമായിരിക്കും. എന്തായിരിക്കും കാര്യം? അന്ന് ശമ്പളം കിട്ടുമ്പോൾ ഉള്ള സ്നേഹമല്ല. ചില ദിവസം ഭാര്യ അയൽക്കൂട്ടത്തിലെ ചിട്ടി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഭർത്താവിനൊരു സ്നേഹമുണ്ട്. ആ സ്നേഹമല്ല ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി സൂ കാണാൻ പോയി. സൂ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അവരാദ്യം കാണുന്നത് ഒരു കുരങ്ങനും കുരങ്ങത്തിയും. ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ഇരുന്നിങ്ങനെ ഉല്ലസിച്ചു കൊണ്ടിരിക്കും. അവരിങ്ങനെ പേനിനെ പിടിക്കുന്നു, തിന്നുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചൊറിയുന്നു, മാന്തുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഭാര്യ പറഞ്ഞു, കണ്ടോ എന്തൊരു റൊമാൻറ്റിക്കാണ് അവരിരുന്ന് കാണിക്കുന്നത്, കുരങ്ങുകളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ വേണം ജീവിക്കാൻ. ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കണം. എത്ര സന്തോഷമാണ് അവരുടെ ജീവിതം. ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ അടുത്ത് എവിടെയാണ്? സിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ സിംഹം കിടക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു സിംഹം അങ്ങോട്ടും ഒരു സിംഹം ഇങ്ങോട്ടും. ഭാര്യയും ഭർത്താവുമാണ്. ഒരു ഭാര്യ പറഞ്ഞു, രാജാവാണെന്നാ ഭാവം. ഇവനൊക്കെ എന്തിനാ ജീവിക്കുന്നത്? ഇങ്ങനെയാ, ഒരു റൊമാൻസും ഇല്ല, വൃത്തികെട്ടോ, ഇവനൊക്കെ പോയി മരിക്കാൻ പാടില്ലേ? അവിടെ ഭർത്താവ് പറഞ്ഞെടി, നീ ഒരു കല്ലെടുത്തിട്ട് കുരങ്ങനെ എറിയണം, ഈ സിംഹത്തിനെ എറിയണം, എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഭാര്യ സ്വാഭാവികം ആദ്യം എടുത്ത് കുരങ്ങനെ എറിഞ്ഞു. കുരങ്ങ് രണ്ടും രണ്ട് വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. ഭാര്യ അടുത്തതായിട്ട് സിംഹത്തിനെ എറിഞ്ഞപ്പം സിംഹം ഗർജിച്ചുകൊണ്ട് ഈ ഭാര്യയുടെ നേരെ ചാടി വന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി ഭാര്യയെ, ഭർത്താവിൻ്റെ കടമ എന്ന് പറയുന്നത് ഇതാണ്. ഭാര്യ നീയൊക്കെ ഇങ്ങനെ നെകളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബലത്തിലാണ്. എപ്പോഴും നിങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നതാണ് ഭർത്താക്കന്മാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ ഈ റൊമാൻസ് കളിച്ച് നടന്നാൽ കുരങ്ങൻ്റെ അവസ്ഥയെ നീ നിൻ്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും പോകും എന്ന് പറഞ്ഞ ഒരവസ്ഥ ഇപ്പോൾ ഒന്ന് ആലോചിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ഇടമുറിയാത്ത പ്രേമമെന്ന് പറയുന്നത്? ഒരാളുടെ ദുഃഖത്തിലും ദുരിതത്തിലും അവൻ്റെ രോഗാവസ്ഥയിലും നല്ല അവസ്ഥയിലുമൊക്കെ പരസ്പര വിശ്വാസത്തോടുകൂടി ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇടമുറിയാത്ത പ്രേമമെന്ന് പറയുന്നത്. അങ്ങനെ ഇടമുറിയാത്ത പ്രേമത്തോടുകൂടി ഭാര്യാഭർത്താക്കന്മാർ എവിടെ വസിക്കുന്നുവോ ആ കുടുംബം മംഗളകരമായ കുടുംബമായിരിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഞാനല്ല, ശ്രീനാരായണ ഗുരുദേവൻ 1924 പറഞ്ഞതാണ്. ഇന്നും നമ്മളത് കണ്ടിട്ടില്ല. അടുത്ത വരിയിലേക്ക് പോകുമ്പോൾ പറയുന്നു, അപ്പോൾ ഭർത്താവ് ഇങ്ങനെ കണ്ടോ അമ്മേനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു, അല്ല പെണ്ണുങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ, ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അടുത്ത വരി എന്നാണ്, മദ്യപിക്കരുത്, മദ്യം വിഷമാണ്, മദ്യപിക്കുന്നവനെ മക്കൾ വെറുക്കും, ഭാര്യ വെറുക്കും, സമൂഹം മുഴുവനും വെറുക്കും, അതുകൊണ്ട് മദ്യപിക്കരുത്. അപ്പം മക്കളൊക്കെ ഇരുന്ന് ചിരിക്കുമ്പോൾ പറയും, എന്താണ്? അച്ഛനമ്മമാരെ അനുസരിക്കാത്ത മക്കളെ വെച്ച് വാഴിക്കരുത്, കുട്ടികളെ ദേവന്മാരെ പോലെ വളർത്തണം 5 വയസ്സ് വരെ. ഭഗവാൻ പറഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞ അമ്മായിമ്മ കണ്ട നിന്നെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് പേജ് മറിക്കുമ്പോൾ അടുത്ത വരിയിൽ എന്താണ് കാണുന്നത്? ഭാര്യാഭർത്താക്കന്മാരെ സൗര്യമായി ജീവിക്കാൻ അനുവദിക്കാത്ത അച്ഛനമ്മമാരുള്ള കുടുംബം എത്ര സമ്പന്നമാണെങ്കിലും ഭാര്യാഭർത്താക്കന്മാർ അവിടെ നിന്നും മാറി താമസിക്കണം. കണ്ടോ, എല്ലാ കാര്യത്തെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചില സമയത്ത് ഭഗവാൻ വലിയൊരു രാഷ്ട്രതന്ത്രജ്ഞനാണോ എന്ന് തോന്നും, ചിലപ്പോൾ തോന്നും ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണോ എന്ന് തോന്നും, ചില സമയത്ത് തോന്നും നല്ലൊരു പുരോഹിതനാണെന്ന് തോന്നും, ചിലപ്പോൾ തോന്നും നല്ലൊരു അമ്മയാണെന്ന് തോന്നും, ചിലപ്പോൾ തോന്നും നല്ലൊരു അച്ഛനാണെന്ന് തോന്നും, ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിട്ട് തോന്നും, നല്ലൊരു ഗൈനക്കോളജിസ്റ്റായിട്ട് തോന്നും. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ അങ്ങോട്ട് പഠിച്ച് 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 പോകുമ്പോഴാണ് നമുക്ക് ശ്രീനാരായണ ദർശനത്തിൻ്റെ യഥാർത്ഥ പതാകവാഹകരായിട്ട് മാറുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഒരു കാര്യം മാത്രം, എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ഇതൊക്കെ മാത്രം നമുക്കറിയാം. എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 2004 ഗുരുദേവൻ ദൈവദശകം രചിച്ചതിൻ്റെ 100ാമത് വർഷം ശിവഗിരി മഠം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു, അല്ലേ? നിങ്ങളൊക്കെ ചെന്ന് ചിലപ്പോൾ ശിവഗിരി ചെന്നിട്ട് എഴുതിയിട്ടുണ്ടാവും ദൈവദശകം, വലിയ റോള് പേപ്പറൊക്കെ വെച്ച് അവിടെ എഴുതിയതാണ്. പക്ഷേ ആ വർഷം തന്നെയായിരുന്നു അനുകമ്പ ദശകത്തിൻ്റെ വാർഷികം. ശിവഗിരി മഠം അത് ശ്രദ്ധിച്ചില്ല. കാരണം അനുകമ്പ ദശകത്തെക്കുറിച്ച് പറഞ്ഞാൽ പല കാര്യങ്ങളും പറയും, നമ്മളൊക്കെ പിന്നെ എഴുതാൻ പോകത്തില്ല.
നമ്മളിവിടെ ജാതിയില്ലാ വിളംബരം നടത്തിയതിന് 100ാമത് വർഷം സർക്കാർ ആഘോഷിച്ചു. വളരെ ഗംഭീരമായ ആഘോഷമായിരുന്നു. പക്ഷേ അതേ വർഷം തന്നെയായിരുന്നു ഗുരുദേവൻ പറഞ്ഞ ജാതിയില്ലാ വിളംബരത്തിനോടൊപ്പം ഗുരുദേവൻ പറഞ്ഞ മറ്റൊരു വിളംബരം എന്താണെന്നറിയോ? മദ്യമുണ്ടാക്കരുത്, കൊടുക്കരുത്, മദ്യവർജനത്തെക്കുറിച്ച് പറഞ്ഞു. ആരും അത് പ്രചരിപ്പിക്കാനുണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ശ്രീനാരായണ ദർശനത്തെ കൊണ്ടു നടക്കാതെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുവാൻ പറ്റുമോ അത്രയും ചേർത്ത് വെക്കുവാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക. അതിനുള്ള ശക്തിയും ക്ഷമയുമൊക്കെ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകണമേ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇനിയും ശ്രീനാരായണ ധർമ്മം വായിച്ച് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഭഗവാൻ അതിനെക്കുറിച്ച്, മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജാതിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെ തുടങ്ങണമെന്ന് പറയുന്നുണ്ട്, ഒരു കുട്ടിയുടെ നൂലുകെട്ട് എങ്ങനെയാണ്, അവൻ്റെ കല്യാണം എങ്ങനെയാണ്, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊക്കെ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞു പോകുമ്പോഴാണ്, ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുസ്തകം നമ്മൾ എന്തുകൊണ്ട് മറന്നു വെച്ചു, നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ പഠിക്കുവാൻ സാധിച്ചില്ല. അതൊക്കെ പൊടി തട്ടിയെടുത്ത് അടുത്ത പ്രതിഷ്ഠാവാർഷികം എത്തുമ്പോഴെങ്കിലും ശ്രീനാരായണ ധർമ്മത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി മിടുക്കരായി നിങ്ങൾക്ക് ഇവിടെ നിൽക്കുവാൻ സാധിക്കും. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് ബാലൻസ് ആണോ? ഏക്കർ കണക്കിന് നിലമാണോ? വിദ്യാഭ്യാസമാണോ? എന്താണ് ഒരാളുടെ ഏറ്റവും വലിയ ധനം? ഒന്നുമില്ല. ഞങ്ങൾക്ക് ധനമൊന്നും വേണ്ട. എന്താണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്? എന്താണ്? മക്കൾ. സത്യമാണോ? ഞാൻ അവിടെ ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോൾ കേൾക്കാം, അവിടെ ഒരു അമ്മ ആക്രോശം, ഈ കാലനെ പാണ്ടിലോറി ഇടിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് കേട്ട്. അങ്ങനത്തെ മക്കളാണോ? അതും മക്കളല്ലേ? അങ്ങനത്തെ മക്കൾ. അതേ ചേട്ടൻ പറഞ്ഞ പോലെ സത്സന്താനങ്ങളാണ് ഒരച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. സത്സന്താനങ്ങളാണ്. അപ്പോൾ സത്സന്താനങ്ങളാണ് നമ്മുടെ ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് നമ്മൾ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയാണ്, ഈ നാട്ടിലും അങ്ങനെ തന്നെ. വേറൊരു സംശയം, നമ്മുടെ ഇവിടെയൊക്കെ ഈ കാച്ചിൽ നടാൻ സമയം നോക്കാറുണ്ടോ? ഉണ്ടോ? വെറുതെ കൊണ്ട് നടുവാണോ? അപ്പോൾ അത് പേട്ടായിപ്പോ, അത് കിളുക്കത്തില്ല. ചേന നടാൻ സമയം നോക്കാറുണ്ടോ? ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സമയം നോക്കുന്നത്? കയ്യിൽ വാച്ചുള്ളതുകൊണ്ടാണോ? എന്തിനാണ് നമ്മൾ കാച്ചിലും ചേനയൊക്കെ നടാൻ സമയം നോക്കുന്നത്? നല്ല വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, അല്ലേ? സമയം നോക്കി നട്ടാൽ നല്ല ഫലം ഉണ്ടാകുമെന്ന് നമ്മൾ കാലാകാലങ്ങളായിട്ട് വിശ്വസിച്ചിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മക്കളുണ്ടാകാൻ ആരെങ്കിലും സമയം നോക്കിയിട്ടുണ്ടോ? പിന്നെ നല്ല ശേലായി. ഒരു കൊച്ചിനുണ്ടാകാൻ പെടുന്ന പാട്, അതെല്ലാം ആശുപത്രി കയറി ഇറങ്ങേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത്. ഇനി അതിനൊക്കെ സമയം നോക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പാലയിലൊരു പ്രഭാഷണത്തിന് പോയപ്പോൾ ഇതേ ഡയലോഗ് അടിച്ചപ്പോൾ അവിടെ ഒരു അമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ മരുമകൾ പ്രസവിച്ചപ്പോൾ ഞങ്ങൾ സമയം നോക്കി. ഞങ്ങൾ ചെയ്തത് എന്താണെന്നറിയോ? ഒരു ജ്യോത്സ്യനെ പോയി സമയം നോക്കി ആ സമയം കുറിച്ചെടുത്തിട്ട് ഡോക്ടറുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്ത്, ഡോക്ടർ എന്ത് ചെയ്ത് ആ സമയം നോക്കി കീറി പുറത്തേക്ക് അങ്ങ് എടുത്ത് നല്ല മകം പിറന്ന മങ്ക. ഞാനപ്പോൾ ചോദിച്ചു, അമ്മേ കാച്ചിൽ നട്ടപ്പോഴാണോ കാച്ചിൽ പറിച്ചപ്പോഴാണോ നമ്മൾ സമയം നോക്കിയത്? എപ്പോഴാണ് നമ്മൾ സമയം നോക്കിയത്? കാച്ചിൽ നട്ടപ്പോഴാ, പറിച്ചപ്പോഴല്ല. അതുകൊണ്ടാണ് അമ്മേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് സമയം നോക്കണം. അങ്ങനെ എവിടെയെങ്കിലും സമയം പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ വൈകുന്നേരം പോയി ജ്യോത്സ്യരോടൊന്ന് ചോദിക്കാം എന്നൊന്നും പറയണ്ട. ശ്രീനാരായണ ധർമ്മം ഒന്ന് എടുത്തു നോക്കണം. അതിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് എങ്ങനെയാണ് സത്സന്താനങ്ങളെ സൃഷ്ടിക്കേണ്ട സമയം. ഭഗവാൻ പറയുന്നു, വിവാഹിതയായ സ്ത്രീ ഋതുമതിയായി 6 ദിവസങ്ങൾക്ക് ശേഷമുള്ള 16 ദിവസങ്ങളിലെ 7 പർവ്വകാലങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഭാര്യാഭർത്താക്കന്മാർ പരസ്പര സ്നേഹത്തോടുകൂടി ഇടമുറിയാത്ത പ്രേമത്തോടുകൂടി സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന കുട്ടി സത്സന്താനമായിരിക്കും. ഏതാണ് ആ 7 പർവ്വകാലങ്ങൾ എന്ന് ഭഗവാൻ പറയുന്നു? 1 അഷ്ടമി, 2 ചതുർദശി, 3 വാവ്, 4 മകരസംക്രമണകാലം, 5 ഗ്രഹണം, 6 അയനസന്ധി, 7 ഉത്സവം. ഈ 7 ദിവസങ്ങൾ
ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് ഈ 12 ദിവസങ്ങളാണ് ശരിക്കും ഫലഭൂഷ്ടകാലം എന്ന് പറയുന്നുണ്ട്. അത് വേറെ കാര്യം. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന പദം കൂടി ഭഗവാൻ അർഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം ഈ പർവ്വകാലങ്ങളെ ഉപേക്ഷിച്ചിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ ഇടമുറിയാത്ത പ്രേമത്തോടുകൂടി സംയോജിച്ചാൽ അവർക്കുണ്ടാകുന്ന കുട്ടി ആരായിരിക്കും? സത്സന്താനമായിരിക്കും. എന്നെ എൻ്റെ അച്ഛനോ അമ്മയോ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളുടെ മക്കളെ നിങ്ങളും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇനി ഇതൊക്കെ പഠിപ്പിച്ച് തുടങ്ങുക. സർവാഭരണ വിഭൂഷിതയായി ഒരു വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് മറ്റൊരു ഗൃഹത്തിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ ആ കല്യാണപ്പന്തലിൽ വെച്ച് ഈ നിലവിളക്കും കിണ്ടിയും ഓട്ടുമൊന്തയും ഓട്ടുപാത്രങ്ങളും ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഈ വിശിഷ്ട ഗ്രന്ഥം കൂടി കുട്ടിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അമ്മ പറഞ്ഞു കൊടുക്കണം, മോളെ ഈ വിശുദ്ധ ഗ്രന്ഥം നീ വായിച്ച് പഠിക്കണം. എനിക്കിത് പഠിക്കുവാൻ സാധിച്ചില്ല, പക്ഷേ നീ ഇത് പഠിച്ച് ഇതിൽ പറയുന്നത് പോലെ ജീവിക്കുവാൻ ശ്രമിച്ച് ഒരു നല്ല തലമുറയ്ക്ക് ജന്മം നൽകുവാൻ മോളെ നിന്നെ ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇവിടുത്തെ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അടുത്ത വാർഷികത്തിന് മുൻപ് എത്ര വീട്ടുകാരുണ്ട് നമ്മുടെ ശാഖയിൽ? 70. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. എളുപ്പ പരിപാടിയാണ്. എത്ര പേരുണ്ടെങ്കിലും അത്രയും ആളുകൾക്ക് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം ശിവഗിരിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വരണം. എന്നിട്ട് ഇവർക്കെല്ലാം സൗജന്യമായിട്ട് ശ്രീനാരായണ ധർമ്മം കൊടുക്കണം. എല്ലാവർക്കും ഭയങ്കര ചിരിയാണ്. കാരണം സൗജന്യമായിട്ട് 120 രൂപയുടെ ബുക്ക് കിട്ടുമെന്ന് പറയുമ്പം സെക്രട്ടറിയും പ്രസിഡന്റും മാത്രം വിഷമിച്ചു. കാരണം എത്ര ആൾക്കാരെ ഉണ്ട്, 120 എന്ന് പറയുമ്പോൾ കുറേ കാശായി. ഇവനെ വിളിച്ചത് കളിപ്പറിയായിപ്പോയെന്ന്. എന്തായാലും ഇവരിത് വാങ്ങിച്ചുകൊണ്ട് വരും. സന്ധ്യാസമയത്ത് നിങ്ങൾ നിലവിളക്ക് കൊളുത്തിയിരിക്കുന്ന സമയത്ത് സെക്രട്ടറിയും പ്രസിഡന്റും കമ്മിറ്റിക്കാരും എല്ലാവരും കൂടെ കടന്നു വന്നിട്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് ശ്രീനാരായണ ധർമ്മം അങ്ങ് തരും. അപ്പം സന്തോഷത്തോടു കൂടി വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 500 രൂപ ദക്ഷിണയായിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, അത് പറ്റിയതായിപ്പോലോ, 120 രൂപയുടെ സാധനം മേടിച്ച് 380 രൂപ ലാഭം. ഇതിങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ദിവസം പോലെ ചിട്ടി ബുക്കുകൾ വെക്കാനൊരു ബുക്ക് മാത്രമായിട്ട് ഇതവിടെ ഇരിക്കും. ഇതിനെക്കുറിച്ച് പഠിക്കണ്ടേ? ഇതിനെക്കുറിച്ച് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് ഓരോ മാസവും പഠന ക്ലാസ്സുകൾ നടത്തുവാൻ ചെലവുണ്ട്. ആ കാശ് ഉപയോഗിച്ച് ഈ സെക്രട്ടറിയും പ്രസിഡന്റും കൂടി നിങ്ങൾക്ക് ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ച നല്ല പണ്ഡിതന്മാരായ ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് ക്ലാസ് തരും. ആ ക്ലാസ് കേൾക്കുന്ന ഈ കൊച്ചുകുട്ടികളും മുതിർന്ന ആളുകളുടെയൊക്കെ മനസ്സിലേക്ക് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ആ അപൂർവമായ ആ ഉപദേശങ്ങൾ കടന്നു ചെല്ലുകയും അങ്ങനെ ഒരു ശോഭനമായ ഭാവിയുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. പപ്പുവും പരവുമൊക്കെ എഴുതി തന്ന പ്രാർത്ഥനകൾ വായിക്കാതെ അല്ലെങ്കിൽ ചൊല്ലാതെ ചതേ ദിവസങ്ങളിലും നിത്യപ്രാർത്ഥനകളിലുമൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ്റെ അരിമ ശിഷ്യന്മാരും ശ്രീനാരായണ ഗുരുദേവനും എഴുതി തന്ന കൃതികൾ മാത്രം ചൊല്ലി ആ വീട്ടിലുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുവാൻ, നല്ല സംഘടനാ പ്രവർത്തകരാകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇത്തരം കൃതികളിലൂടെ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. പ്രതിഷ്ഠാവാർഷികങ്ങളും വലിയ വലിയ പരിപാടികളുമൊക്കെ നടത്തേണ്ടതാണ്, നല്ല കാര്യമാണ്. നമുക്ക് മാനസികമായ ഉല്ലാസം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ തലച്ചോറിന് വേണ്ട കാര്യങ്ങൾ കൂടി, നമ്മുടെ നല്ല ചിന്താഗതികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. അതിന് ഉള്ള വഴിയെന്ന് പറയുന്നത് ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയ ഇത്തരം കൃതികളിലൂടെയും ഭഗവാന്റെ ജീവചരിത്രങ്ങളിലൂടെയും. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്ന് ചോദിച്ചാൽ പല ആളുകളും പല രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. എൻ്റെ മോള് ഉത്രജ ചെറിയൊരു പ്രഭാഷകയാണ്. അവൾ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ പരിഷ്കാര വിദ്യാഭ്യാസ സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകൾ അവളുടെ ആ പ്രഭാഷണത്തിന് താഴെയിടുന്ന കമൻറ്റുകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നും. പക്ഷേ ഇവരോടൊക്കെ മറുപടി അറിയിക്കാത്തവരായതുകൊണ്ട് നമ്മൾ മറുപടി പറയാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പറയുന്നവരൊക്കെ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് എഴുതിയ ഒരു ജീവചരിത്ര ഗ്രന്ഥമെങ്കിലും മുഴുവനായിട്ടൊന്ന് വായിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചിട്ടുള്ള അത്ഭുത പ്രവർത്തികളും നവോത്ഥാന പ്രവർത്തികളും ചെയ്തത് പോലെയുള്ളവരാരും ഇവിടെ ഉണ്ടായിട്ട് തന്നെ ഇല്ല.
ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മിനിമം ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള ഒരു ജീവചരിത്ര കഥയോ ഭഗവാന്റെ ഒരു കൃതിയോ മനസ്സറിഞ്ഞ് പഠിക്കണം. പല ആളുകളും ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് ചോദിക്കുമ്പോൾ വ്യക്തമായൊരു മറുപടി നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മറ്റ് ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഏതോ ഒരു കാലഘട്ടത്തെ ഒരു ചിത്രകാരൻ ശിവകാശിയിലെ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് തന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചൊരു സംഭവകഥയുണ്ട്. ഒരിക്കൽ പുറം രാജ്യങ്ങളിൽ യേശുദേവനെ കുറിച്ചൊരു പടം, യേശുദേവൻ്റെ ഒരു ചിത്രം വരയ്ക്കുന്നതിന് പറ്റിയ ഒരു മോഡലിനെ തപ്പി ഒരു ചിത്രകാരൻ നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പല സ്ഥലങ്ങളിലും നടന്നപ്പോൾ ഒരാളെ കണ്ടു. യേശുവിൻ്റെ മുഖത്തിനോട് സാമീപ്യം, അയാളുടെ മനസ്സിലുള്ള യേശുവിൻ്റെ രൂപത്തോട് സാമ്യമുള്ള വളരെ സുമുഖനും സൗമ്യശീലനുമായ ഒരു വ്യക്തിയെ കണ്ടു. ആ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പടം വളരെ ഭംഗിയായിട്ട് വരച്ചു തീർത്തു. അദ്ദേഹം വളരെ സന്തുഷ്ടനായി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊരാഗ്രഹം, യേശുവിനെ ഒറ്റുകൊടുത്ത പീലാത്തോസിൻ്റെ ഒരു പടം വരയ്ക്കണം. അതിൻ്റെ രൂപഭാവങ്ങളുള്ള ഒരു മോഡലിനെ തപ്പി ഇയാൾ ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇയാൾക്ക് അതിന് യോജിച്ച് ഇയാളുടെ മനസ്സിലുള്ള പീലാത്തോസിൻ്റെ രൂപമുള്ള ഒരാളെ കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം അവരെ വെച്ച് ആ മോഡലിനെ വെച്ചുകൊണ്ട് പീലാത്തോസിനെ വരച്ച് തീർത്തു. അത് കണ്ട ഇദ്ദേഹത്തിന് ഒരു റെമ്യൂണറേഷനൊക്കെ കൊടുത്തു. എനിക്ക് സന്തോഷമായി എന്ന് പറയുമ്പോൾ ഇയാൾ ഈ മോഡൽ അവിടെ ഇരുന്ന് കരയുകയാണ്. അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഈ ചിത്രകാരൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ആവശ്യമില്ലാത്ത വാക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാണ് കരയുന്നത്? വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ മോഡലായി അങ്ങ് തിരഞ്ഞെടുത്തത് എന്നെ തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വരനുമുണ്ട്, പിശാചുമുണ്ട്. അതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് കാവലാളായുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽപ്പടിയിൽ ശ്രീനാരായണ ഗുരുദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുറന്ന ഹൃദയത്തോടുകൂടി, നിറഞ്ഞ ഹൃദയത്തോടുകൂടി, പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് വെക്കുക. ഉറച്ച് വിശ്വസിക്കുക. ശ്രീനാരായണ ഗുരുദേവനിലേക്ക് മാത്രം നോക്കുക. നമുക്കിന്നൊരു ഈശ്വരനുണ്ടെങ്കിൽ അത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. മറ്റെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് വേണ്ടി നേടിത്തന്നത് മാത്രമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്രീനാരായണ ഗുരുദേവനിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഏകദേശം പറഞ്ഞ സമയമായി. അവിടെ ഭക്ഷണം വിളമ്പി വെക്കുന്ന എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രഭാഷണം നിർത്തുവാനുള്ള ഒരു പരിശ്രമമാണ്. അതിനു മുമ്പ് നമുക്ക് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പ്രഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് നിവർന്നിരുന്നേ. തൽക്കാലം ചോറ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചിന്തകളൊക്കെ മാറ്റിയിട്ട് ശ്രീനാരായണ ഗുരുദേവനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൈയൊക്കെ എടുത്ത് കാലിലിങ്ങനെ വെച്ച് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളൊന്ന് കണ്ണുകൾ അടക്കുക. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുക. ദാ ശ്രീനാരായണ ഗുരുദേവൻ എത്തിക്കഴിഞ്ഞു. ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിറപുഞ്ചിരിയോടുകൂടിയിരിക്കുകയാണ്. നമ്മൾ ഭഗവാനെ വളരെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓ ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെയും വഹിച്ചുകൊണ്ട് നമ്മളൊരു യാത്ര പോവുകയാണ്. ഈ യാത്ര അവസാനിക്കുന്നത് ഭഗവാൻ കുടികൊള്ളുന്ന ശിവഗിരിക്കുന്നിലെ ശാരദാമഠത്തിൻ്റെ മുന്നിലാണ്. ഭഗവാൻ എൻ്റെ അമ്മയെന്ന് വിശേഷിപ്പിച്ച ശാരദാംബയെ
മനസ്സിലേറ്റുവാങ്ങി നമ്മൾ പതിയെ വൈദിക മഠത്തിലേക്ക് നടക്കുകയാണ്. ഭഗവാന്റെ നിത്യ സാന്നിധ്യമുള്ള വൈദിക മഠത്തിന് വലം വെച്ച് ഭഗവാന്റെ അദൃശ്യ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ എത്തിച്ചേരുന്നത് ഋക്ഷാമണ്ഡപത്തിലാണ്. ഋക്ഷാമണ്ഡപത്തിന് വലം വെച്ച് പതിയെ നമ്മൾ എത്തിച്ചേരുന്നത് ബോധാനന്ദ സ്വാമികളുടെ സ്മൃതി മണ്ഡപത്തിൻ്റെ മുന്നിലാണ്. ബോധാനന്ദ സ്വാമികൾ, ഭഗവാനെ എൻ്റെ അച്ഛനെന്ന് വിശേഷിപ്പിച്ച ബോധാനന്ദ സ്വാമികളെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ശിവഗിരിക്കുന്നിലെ മഹാസമാധി മന്ദിരത്തിലെ പടികൾ ഓരോന്നായി ചവിട്ടി കയറുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ തഴുകിയ ആ കുളിർ തെന്നിൽ നമ്മളെയും തഴുകുകയാണ്. ഭഗവാൻ കേൾക്കുവാൻ സാധിച്ച ഇലകളുടെ മർമ്മര ശബ്ദവും കിളികൾ ആരവങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്നത് ശിവഗിരി മഹാസമാധി മന്ദിരത്തിൻ്റെ മുന്നിലാണ്. അവിടെ യഥാ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ കാത്തെന്നതുപോലെ നിൽക്കുകയാണ്. ഭഗവാനെ കണ്ട നമ്മൾ ഓരോരുത്തരും കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ആ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് തൃക്കരങ്ങൾ കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഭഗവാൻ പറയുന്നു, നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം ഇവിടെ ഉണ്ടായിരിക്കും. നിൻ്റെ ദുഃഖത്തിലും ദുരിതത്തിലും നമ്മളോടുള്ള വിശ്വാസം നിന്നെ കാത്തുരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനാകുകയാണ്. നമ്മൾ ഒരുമിച്ച് ഭഗവാനെ കണ്ട സന്തോഷത്തിൽ ആ മാർബിൾ പ്രതിമയിലേക്ക് നോക്കി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ഭഗവാനെ കണ്ട നിർവൃതിയിൽ നിങ്ങളുടെ കൈകൾ പരസ്പരം കൂട്ടിത്തിരുമി അതിൻ്റെ ചൂട് നിങ്ങളുടെ കണ്ണുകളിൽ വെച്ച് കണ്ണുകൾ പയ്യെ ചിമ്മി തുറന്ന് ഭഗവാന്റെ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ കുറഞ്ഞ സമയത്ത് അല്പനിമിഷം നിങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം പങ്കുവെക്കട്ടെ. ഇവിടെ ഒരു അവസരം തന്ന എവരോടും ഭഗവാൻ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുവാൻ സാധിക്കട്ടെ. കണ്ടാൽ അന്ന് വന്ന് ഇവിടെ നിന്ന് സംസാരിച്ചു പോയ ആളല്ലേ എന്ന് ചോദിക്കാൻ ഒരു സന്മനസ് കാണിക്കുക. ഇത്രയും നേരം വരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തികച്ചും ഒരു പഠിതാവിൻ്റെ അറിവ് കുറവായി കണ്ട് ക്ഷമിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹവും എൻ്റെ വത്സല ആചാര്യൻ്റെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം ജയിക്കട്ടെ.